മോർണിംഗ് ഓൾ. ഈ ഒരു പ്രഭാതം നമ്മളിലേക്ക് സമ്മാനിച്ച സർവേശ്വരനിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം പ്ലീസ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് യൂനുസ്. സ്വദേശം വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലാണ്. കുറച്ച് നാളുകളായി ഈ ബാറ്ററും ഫാമിലിയായിട്ട് ഒരുമിച്ച് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സർവേശ്വരന്റെ അനുഗ്രഹത്താൽ കൂടെ നിൽക്കുന്നവരും ഞാനും എൻ്റെ പാർട്ട്നേഴ്സും ലീഡേഴ്സും എല്ലാവരും ഹാപ്പിയാണ്. എല്ലാവർക്കും അതുപോലെ ഹാപ്പിയായി പോകാൻ സാധിക്കട്ടെ. ഇന്ന് പ്രോഗ്രാം എടുക്കാൻ വന്നിരിക്കുന്നത് മറ്റാരുമല്ല, കേരളത്തിന്റെ മണ്ണിൽ നിന്നും ഗുജറാത്തിലോട്ട് ചേക്കേറി അവിടെ വളരെ ഭംഗിയായി ബിസിനസ് വ്യാപാരം നടത്തി ഇന്ന് ഈ ബാറ്ററിംഗ് കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്ത് കമ്പനിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും എല്ലാ അപ്ഡേഷനിലും ബന്ധപ്പെട്ട് നിന്നുകൊണ്ട് അവർക്ക് കൂടെ നിൽക്കുന്നവർക്ക് വേണ്ട, അല്ലെങ്കിൽ ആരൊക്കെയാണോ അദ്ദേഹത്തിന്റെ എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് ആഗ്രഹിക്കുന്നത് അവർക്കെല്ലാം സപ്പോർട്ട് കൊടുത്തുകൊണ്ട് എല്ലാവരെയും മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ ഒരു ഗ്രേറ്റ് ലീഡർ ജോർജ് സാറിനെയാണ് ഞാൻ വളരെ ഹാർദവമായി വളരെ സ്നേഹത്തോടെ ഞാൻ ഈ പ്ലാറ്റ്ഫോമിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം സാർ. എല്ലാവർക്കും ഒരു നല്ല സുപ്രഭാതം. കമ്പനി ആദ്യമായിട്ട് നമ്മൾ നിൽക്കുന്ന ബയോമാഗ്നറ്റിക് പ്രോഡക്ട്സ് പൈനിയർ കമ്പനി, ഇന്ത്യയിലെ ആദ്യത്തെ കമ്പനിയാണ് ഈ ബയോട്ടോറിയം നെറ്റ്വർക്ക് ബയോമാഗ്നറ്റിക് മാട്രസിലുള്ളത്. പൈനിയർ കമ്പനി എന്ന് തന്നെ നമുക്ക് പറയാം. അതാണ് ഇന്ത്യയിൽ ആകമാനം വിതരണ ശൃംഖല നടത്തിക്കൊണ്ട് ബയോമാറ്റിക് പ്രോഡക്ട്സിൽ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം മോർപോർ എന്ന ന്യൂട്രാസ്യൂട്ടിക്കലിലേക്ക് കമ്പനി എത്തിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അതിനുശേഷമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കൃഷിയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ശ്രദ്ധയുള്ളതും. അതായത് പ്രത്യേകിച്ച് കൃഷിയാണ് ഏറ്റവും നല്ലൊരു ബിസിനസ് ശൃംഖല വർദ്ധിപ്പിക്കുന്നതിനുള്ള ഏറ്റവും വലിയ സാധനം. തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃഷിക്കാണ് പ്രാമുഖ്യം നൽകേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കമ്പനി കൊണ്ടുവന്ന ഏറ്റവും വലിയ ടെക്നോളജിയാണ് ടെറാ ടെക്നോളജി എന്ന് പറയാൻ പറ്റും. ടെറാ ടെക്നോളജി എന്താണ് എന്നതിനെ കുറിച്ച് ആദ്യം ഞാൻ പറയട്ടെ. പ്രകൃതിദത്തമായ രീതിയിൽ എഴുതുന്നവർക്ക് എഴുതാം. പ്രകൃതിദത്തമായ രീതിയിൽ ഭൂമിയെ തയ്യാറാക്കുന്ന രീതി, പ്രകൃതിദത്തമായ രീതിയിൽ ഭൂമിയെ തയ്യാറാക്കുന്ന രീതി. ഇതുമൂലം വെള്ളം, വളം, കീടനാശിനികളുടെ ഉപയോഗം കുറച്ചുകൊണ്ട്, അതായത് വെള്ളം, വളം, കീടനാശിനികളുടെ ഉപയോഗം കുറച്ചുകൊണ്ട് മികച്ച രീതിയിൽ കൂടുതൽ വിളവ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു. അതായത് നമുക്ക് ചെലവാകും. ഒരു കർഷകനെ സംബന്ധിച്ച് മേജറായിട്ട് ചിലവാകുന്ന കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് വെള്ളത്തിന്റെ ചിലവ് വരുമ്പോൾ മോട്ടർ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നു. അതുപോലെ ഇലക്ട്രിസിറ്റിയുടെ എക്സ്പെൻസ് കൂടുന്നു. വളമാകുമ്പോൾ അദ്ദേഹത്തിന്റെ കോസ്റ്റിംഗ് കൂടുന്നു. കീടനാശിനികൾ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ അത് ആ കൃഷി രീതിയെ കൂടെ ബാധിക്കുന്നു. അത് ഉപയോഗിക്കുന്ന മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ ഇതിനെയെല്ലാം നല്ല രീതിയിൽ കുറച്ചുകൊണ്ട് മികച്ച രീതിയിൽ കൂടുതൽ വിളവ്, നമ്മൾ കൂടുതൽ ഉത്പാദനം ഉണ്ടാക്കുമ്പോഴാണ് കർഷകരെ സംബന്ധിച്ച് കൂടുതൽ പ്രതിഫലം കിട്ടുകയും അദ്ദേഹത്തിന്റെ പ്രോഫിറ്റബിലിറ്റി, അദ്ദേഹത്തിന്റെ ലാഭം വർദ്ധിക്കുകയും ചെയ്യും. ആ രീതിയിൽ വളരെ മികച്ച ഒരു കൃഷി രീതിയാണ് ഈ ടെറാ ടെക്നോളജി എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഇത് നീണ്ട 20 വർഷത്തെ ശാസ്ത്രീയ ഗവേഷണ ശേഷം വികസിപ്പിച്ചെടുത്ത ജൈവ കൃഷി രീതിയാണിത്. ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത് ജൈവ വസ്തുക്കൾ, നൈട്രോജൻ, അതോടൊപ്പം തന്നെ ഫോസ്ഫറസ്, അതായത് ഇവയുടെ സന്തുലിതമായ ഉപയോഗം. ജൈവ വസ്തുക്കൾ, നൈട്രോജൻ, ഫോസ്ഫറസ് ഇവയുടെ സന്തുലിതമായ ഉപയോഗം. മണ്ണിനെ പ്രാകൃതികമായ സ്വഭാവം നിലനിർത്തുക. മണ്ണിന്റെ നാച്ചുറൽ സ്ഥിതി, മണ്ണ് എങ്ങനെയാണോ അതിനെ നാച്ചുറലായിട്ട് നമ്മൾ അതിനെ കാത്തു സൂക്ഷിക്കുകയാണ് ടെറാ ടെക്നോളജി. കാരണം നമ്മൾ കെമിക്കൽ വളങ്ങൾ ഉപയോഗിച്ച് മണ്ണിന്റെ ഘടനയ്ക്ക് തന്നെ ബുദ്ധിമുട്ട് തന്നെ വന്നിരിക്കുകയാണ്. അതുമൂലം അതിനകത്തുണ്ടാകുന്ന വിളവിന് പോലും കെമിക്കൽ വരുമ്പോൾ അത് ഭക്ഷിക്കുന്ന മനുഷ്യരെ പോലെ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് പല അസുഖങ്ങളിലേക്ക് നമ്മൾ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഈ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുകയും അത് മണ്ണിന്റെ പ്രാകൃതികമായ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് അതോടൊപ്പം സസ്യങ്ങൾക്ക് വേണ്ട പോഷകങ്ങൾ നൽകുക. മനുഷ്യനെ സംബന്ധിച്ച് അതുമാണ്. നല്ല രീതിയിലുള്ള ഫുഡ് കഴിച്ചില്ലെങ്കിൽ, പ്രോട്ടീനുള്ള വിറ്റാമിൻസ് ഉള്ള ആഹാരം കഴിച്ചില്ലെങ്കിൽ എപ്പോഴും അവരുടെ ജൈവ വസ്തുക്കൾ, നൈട്രോജൻ, ഫോസ്ഫറസ്,
ഇവയുടെ സന്തുലിതമായ ഉപയോഗം മണ്ണിന്റെ പ്രാകൃതികമായ സ്വഭാവം നിലനിർത്തുക, അതോടൊപ്പം സസ്യങ്ങൾക്ക് വേണ്ട പോഷകം നൽകുക, ഇവയാണ് ടെറാ ടെക്നോളജിയുടെ പ്രത്യേകത. മനുഷ്യനെ സംബന്ധിച്ച് തന്നെ വിറ്റാമിൻ, പ്രോട്ടീൻസ് കിട്ടിയെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ പറ്റുന്ന പോലെ ചെടികൾക്ക് പോഷകങ്ങൾ കിട്ടിയെങ്കിൽ മാത്രമേ ചെടിയുടെ വളർച്ചയെ ത്വരിതപ്പെടുകയും അതുമൂലം പ്രൊഡക്ടിവിറ്റി കൂട്ടുവാൻ നമുക്ക് സഹായിക്കും. അതാണ് ടെറാ ടെക്നോളജി മൂലമുള്ള ഏറ്റവും വലിയ പ്രത്യേകത. ഇതുമൂലം മണ്ണിനെയും മനുഷ്യനെയും ആവാസ വ്യവസ്ഥയെയും ആരോഗ്യത്തെയും നിലനിർത്താൻ സാധിക്കുന്നു. ഇവിടെ പറയാം, ഇത് ആഗ്രഹിക്കാം. ഈ പ്രോഡക്റ്റ് എഫ്സിഒ ഫെർട്ടിലൈസർ കൺട്രോൾ ഓർഡർ, അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അഗ്രികൾച്ചർ മിനിസ്ട്രിയുടെ രജിസ്റ്റേർഡ് ആണ്. അതായത് എഫ്സിഒയിലെ രജിസ്റ്റേർഡ് ഫെർട്ടിലൈസർ കൺട്രോൾ ഓർഡർ അണ്ടർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അഗ്രികൾച്ചർ മിനിസ്ട്രിയുടെ ഭാഗമായിട്ടുള്ള ഈ ഡിപ്പാർട്ട്മെന്റിൽ നമ്മുടെ ഈ പ്രോഡക്റ്റ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് നമുക്ക് മറ്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ G2, G3 സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു കൃഷിയുടെ പ്രോഡക്റ്റുകൾ നമ്മൾ സ്റ്റേറ്റിൽ വിൽക്കണമെങ്കിൽ G2, G3 എന്നുള്ള സർട്ടിഫിക്കറ്റിന്റെ ആവശ്യകത ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ഒരു കാരണവശാലും നമുക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് സ്പെഷ്യൽ രജിസ്ട്രേഷൻ എല്ലാ സ്റ്റേറ്റിൽ 28 സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ അവിടെ രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ അഗ്രികൾച്ചർ മിനിസ്ട്രിയുടെ ഇതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തുകൊണ്ട് നമുക്ക് ഈ പ്രോഡക്റ്റുകൾ നമുക്ക് ഇന്ത്യയിലാകമാനം വിൽക്കുവാനുള്ള ഒരു സാഹചര്യം നമ്മുടെ കമ്പനി നമുക്ക് തന്നിരിക്കുകയാണ്. പക്ഷേ ഈ പ്രോഡക്റ്റുകൾ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? അപ്പൊ നമ്മളെ സോയിൽ ഹെൽത്ത് കെയർ നമുക്കുള്ള പ്രോഡക്റ്റുകൾ ഓരോ ആ പേരിൽ തന്നെ ആ പ്രോഡക്റ്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യത്തേത് സോയിൽ ഹെൽത്ത് കെയർ ആണ്. അത് 500 ml ഒരു ടിന്നിലാണ് വരുന്നത്. അതോടൊപ്പം തന്നെ പ്ലാന്റ് ഹെൽത്ത് കെയർ 500 ml ഒരു ടിന്നിലാണ് വരുന്നത്. ഫുഡ് ഹെൽത്ത് കെയർ 500 ml ഒരു ടിന്നിലാണ് വരുന്നത്. അതിനുശേഷം ഈസ്പ്രെഡോ എന്ന് പറയുന്നത് നമ്മുടെ സ്പ്രെഡ് ചെയ്യാൻ ഈസ്പ്രെഡോയുടെ മേജർ ആയിട്ടുള്ള കാര്യം അത് 250 ml ഒരു ബോട്ടിലാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ഫ്രൂട്ട് ഹെൽത്ത് ഈ റിപ്പലന്റ് എന്ന് പറയും, ഈ ബയോ റിപ്പലന്റ് അത് 250 ml ആണ്. അത് രണ്ട് പ്രോഡക്റ്റുകൾ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഈ പ്രാണികളിൽ നിന്ന് നമ്മുടെ പ്രോഡക്റ്റിനെ സംരക്ഷിക്കുക എന്നുള്ളത്. കീടനാശിനി എന്ന് പറയാമെങ്കിൽ അത് ഒരിക്കൽ ഹെർബലാണ്, അതിനകത്ത് കെമിക്കലോ മറ്റുള്ള കാര്യങ്ങളോ ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെയാണ് നമുക്ക് ഈ പ്രോഡക്റ്റ് വരുന്നത്. ഈ പ്രോഡക്റ്റ് വരുമ്പോൾ ഇതിന്റെ പാക്കേജ് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കണം. ഈ പാക്കേജിൽ എന്ന് വരുമ്പോൾ 6500 രൂപയ്ക്ക് 25 PV, 6500 രൂപയ്ക്ക് 25 PVയിലാണ് ഒരു പാക്ക് ആദ്യമായിട്ട് സ്റ്റാർട്ടിംഗ് പാക്കായിട്ട് കമ്പനി തരുന്നത്. അതിൽ നമുക്ക് സോയിൽ ഹെൽത്ത് കെയറിന്റെ 2 ബോട്ടിൽ 500 ml 2 ബോട്ടിൽ കാണും. പ്ലാന്റ് ഹെൽത്ത് കെയറിന്റെ 2 ബോട്ടിൽ കാണും 500 ml. അതോടൊപ്പം തന്നെ ഫ്രൂട്ട് ഹെൽത്ത് കെയറിന്റെ 2 ബോട്ടിൽ കാണും. അതോടൊപ്പം ഈസ്പ്രെഡോയുടെ 1 ബോട്ടിൽ 250 ml ഒരു ബോട്ടിലും, അതോടൊപ്പം തന്നെ ഈ റിപ്പലന്റിന്റെ 1 ബോട്ടിൽ, അങ്ങനെ 8 ബോട്ടിലാണ് ഒരു 6500 രൂപയ്ക്ക് നമുക്ക് തരുന്നത്. പക്ഷെ 6500 നമുക്ക് വേറൊരു നല്ലൊരു പാക്കേജ് പിന്നും കിട്ടുന്നുണ്ട്, 8400 രൂപയുടെ. അത് 25 PVയിലാണ് വരുന്നത്. 25 PVയിൽ വന്നാൽ തന്നെ തീർച്ചയായിട്ടും ഡബിൾ ആയിട്ട് നമുക്ക് ആ സപ്പോർട്ടീവ് ആയിട്ട് നമുക്ക് കിട്ടുന്നു. അപ്പം 500 ml 4 ബോട്ടിൽ കിട്ടുന്നു. അതോടൊപ്പം തന്നെ പ്ലാന്റ് 4 കിട്ടുന്നു, ഫ്രൂട്ട് 4 കിട്ടുന്നു. അത് ഈസ്പ്രെഡോയും ഈ ബയോ റിപ്പലന്റും ഈ 2 ബോട്ടിൽ കിട്ടുന്നു. അതേ സമയത്ത് 1 ഏക്കർ കൃഷിയുണ്ട് കൂടുതലുണ്ടെങ്കിൽ, അതോടൊപ്പം തന്നെ 1 ഏക്കർ കൃഷി ഉണ്ടെങ്കിൽ നമുക്ക് 1 ഏക്കറിൽ 6500 ഒരു പാക്ക് മതി. പക്ഷേ അത് 6 മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കുന്നതാണെങ്കിൽ നമുക്ക് 6500 ഒരു പാക്ക് മതി. അതേസമയം ഒരു 8 മാസം 10 മാസം വരെ അത് വിളവെടുക്കാൻ സഹായിക്കുന്നുണ്ട്. എടുക്കുന്ന വിളവുകളാണെങ്കിൽ അതിന് നമുക്ക് 8400 തന്നെ പ്രോഡക്റ്റ് എടുക്കുന്നതായിരിക്കും നമുക്ക് അഭിമാനം. അത് കർഷകരെ സംബന്ധിച്ച് അത് കൂടുതൽ ലാഭകരമായിരിക്കും എന്ന് നമുക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ കൂടുതൽ സ്ഥലം ഉണ്ടെങ്കിൽ, കൂടുതൽ ഏക്കർ സ്ഥലങ്ങളുണ്ടെങ്കിൽ, കൂടുതൽ പ്രോഡക്റ്റുകൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ 15950 PVയിൽ നമുക്ക് കൂടുതൽ പ്രോഡക്റ്റുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് 15900 നമുക്ക് ആ പ്രോഡക്റ്റുകൾ എടുക്കാൻ പറ്റും. 15900 എടുക്കുമ്പോൾ 50 PVയിൽ ഇപ്പൊ നമുക്ക് 8 ബോട്ടിൽ സോയിലിന്റെ കിട്ടുന്നു, പ്ലാന്റിന്റെ 8 ബോട്ടിൽ കിട്ടുന്നു, ഫ്രൂട്ടിന്റെ 8 ബോട്ടിൽ കിട്ടുന്നു, ഈസ്പ്രെഡോയും ഈ ബയോറിപ്പൽ 4 ബോട്ടിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതോടൊപ്പം വീണ്ടും അതിലും ഹയർ ആയിട്ട് ഒരു 100 PVയിൽ നമ്മൾ പോകുകയാണെങ്കിൽ 30000 രൂപയ്ക്ക് 100 PV കിട്ടും. അപ്പൊ അത് കൃഷി സ്ഥലം കൂടുന്നതനുസരിച്ച് നമുക്ക് അതിന്റെ ക്വാണ്ടിറ്റികൾ നമ്മൾ കൂട്ടിക്കൊണ്ട് കർഷകരിലേക്ക് എത്തുമ്പോൾ അവർക്ക് കൂടുതൽ ഏകദേശം ഒരു 3800 4000 രൂപയ്ക്ക് നമുക്കൊരു പാക്ക് എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. അപ്പൊ അതിന് കിട്ടുന്നത് 16 ബോട്ടിൽ സോയില്, 16 പ്ലാന്റ്, 15 ഫ്രൂട്ട്, ഈസ്പ്രെഡോയും വേറെ 8 + 8 ബോട്ടിൽ, അങ്ങനെ 64 ബോട്ടിനകത്ത് കിട്ടും.
അതിലും വലിയ 200 രൂപയിൽ 56,000 ഒരു പാക്ക് വരുന്നുണ്ട്. അപ്പൊ അത് തന്നെ 32 ബോട്ടിൽ സോയില്, 30 പ്ലാന്റ്, 32 ബോട്ടിൽ ഫ്രൂട്ട്, 16 ബോട്ടിൽ ഈസ്പ്രെഡോ, ഈ ബയോ റിപ്പലന്റ്, 1,12,000 ഒരു പാക്കറ്റ് 400 PVO പ്ലസ്. കാരണം നമ്മുടെ കേരളത്തിലാണെങ്കിൽ എല്ലാവരും കൃഷി സ്ഥലത്തിന് ഒരു ലിമിറ്റേഷൻസ് വരുന്നുണ്ട്. പക്ഷേ നോർത്തിലൊക്കെ ആണെങ്കിൽ നല്ല കൂടുതൽ കൃഷി സ്ഥലങ്ങളുള്ള ഭൂപടങ്ങളുള്ള അവർക്ക് 400 രൂപയിലേക്ക് നീങ്ങുമ്പോൾ അവർക്ക് ഏകദേശം 64 ബോട്ടിൽ സോയില്, 64 പ്ലാന്റ്, 64 ഫ്രൂട്ട്, അതോടൊപ്പം തന്നെ ഈസ്പ്രെഡോയും ബയോ റിപ്പലന്റും 32 പൊടിയുണ്ട് 256 ബോട്ടിലുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്, ഇത് എന്തുകൊണ്ട് ഉപയോഗിക്കണം? അതായത് നമ്മുടെ ഭൂമിയില് മണ്ണില് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു പ്രാണിയാണ് മണ്ണിര എന്നുള്ളത്. അപ്പൊ മണ്ണില് നമ്മൾ നോക്കുമ്പോൾ നല്ല ഈർപ്പം നിലനിർത്താൻ മണ്ണിരയുടെ ആവശ്യകതയാണ്. കെമിക്കൽ വളങ്ങൾ ഉപയോഗിച്ചതോടെ ഈ മണ്ണിര ഒരു 2 മീറ്റർ 3 മീറ്റർ താഴോട്ട് പോകാം. അപ്പൊ ഈ മണ്ണിരയെ ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പൊ ഒരു ഏക്കർ എന്ന് പറഞ്ഞാൽ 43,000 സ്ക്വയർ ഫീറ്റ് ആണ്. അത് ഒരു മണ്ണിരയെ സംബന്ധിച്ച് ഒരു സ്ക്വയർ ഫീറ്റ് ഒരു മണ്ണിര എന്ന രീതിയിൽ നമ്മൾ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മണ്ണിരയെ കൊണ്ടുവരണം. കാരണം മണ്ണിര 8 ഗ്രാം മണ്ണ് കഴിക്കുന്നുണ്ട്, അതോടൊപ്പം 2 അതർ ഐറ്റംസ് കഴിക്കും. അത് മൊത്തം വിസർജ്യമായിട്ട് വരുമ്പോഴാണ് അതിന് മണ്ണിന് നല്ല ഈർപ്പം നിലനിർത്തുന്നത്. അപ്പൊ മണ്ണിരയുടെ ജനറേറ്റും അതോടെ ബാക്ടീരിയകളുടെ എല്ലാം ഉയർന്നു വരണമെങ്കിൽ തന്നെ നമുക്ക് തീർച്ചയായിട്ടും ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അപ്പൊ ഈ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നമ്മുടെ കൃഷിയിടങ്ങൾ ജൈവികമാക്കി മനുഷ്യന്റെ ആരോഗ്യത്തെയും മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയും ശക്തമായ രീതിയിൽ മുന്നോട്ട് നീങ്ങുവാൻ നമുക്കിത് സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ഏകദേശം 1 വർഷം കഴിഞ്ഞ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഈ ടെറാ ടെക്നോളജി നമ്മളിലേക്ക് നമ്മുടെ പ്രിയങ്കരനായ MD സാഗർ സാർ നമുക്ക് എത്തിച്ചത്. പല സ്ഥലങ്ങളിൽ നമ്മൾ ഇതിന്റെ റിസൾട്ടുകൾ കണ്ടു. കാരണം 40 to 50% പ്രൊഡക്ടിവിറ്റി കിട്ടുന്നു. അപ്പൊ ചില വ്യക്തികൾ പറയുന്നത് ഇത് ഉപയോഗിച്ച് പല പച്ചക്കറികൾ ഉപയോഗിച്ചപ്പോൾ നല്ല ടേസ്റ്റ്, അപ്പൊ ടേസ്റ്റ് കൂടുന്നു. അപ്പം മനുഷ്യന് ആരോഗ്യത്തോടെ ജീവിക്കാൻ ഈ ടെറാ ടെക്നോളജി പ്രൊമോട്ട് ചെയ്യേണ്ടത് ഏറ്റവും വലിയ ആവശ്യം ഒരു ഘടകമായിട്ട് മാറിയിരിക്കുന്നത് നമുക്ക് പറയുവാൻ കഴിയുന്നു. അതിനുള്ളത് ആദ്യത്തെ പ്രോഡക്റ്റ് ആണ് നമ്മുടെ സോയിൽ ഹെൽത്ത് കെയർ എന്നുള്ളത്. അതായത് ജൈവ പോഷകം മണ്ണിന് നൽകി കാലക്രമേണ മണ്ണിലെ കെമിക്കൽ സ്വഭാവം മാറ്റുവാൻ സാധിക്കും. ഈ സോയിൽ ഹെൽത്ത് കെയർ ഉപയോഗിച്ച് ഓൾറെഡി നമ്മുടെ കർഷകരെല്ലാവരും കെമിക്കൽ വളങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു മാറ്റം പ്രതീക്ഷിക്കാനാണ്. ആ മണ്ണിന്റെ ഘടനയിൽ മണ്ണില് ആ കെമിക്കൽ സ്വഭാവം ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ അത് ജൈവികമായിട്ട് മാറത്തുള്ളൂ. അപ്പൊ അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതാണ് സോയിൽ ഹെൽത്തിന്റെ പേരിൽ തന്നെ അത് വളരെ കൃത്യമായിട്ട് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. സോയിൽ, അതായത് മണ്ണിന് ആരോഗ്യം നൽകുക എന്നുള്ളതാണ് എന്റെ പറയാൻ. അതായത് ആരോഗ്യം നൽകാൻ കെയർ കൊടുക്കാൻ, സംരക്ഷണം നൽകുക. അതായത് ജൈവ പോഷകം മണ്ണിന് നൽകി കാലക്രമേണ മണ്ണിന്റെ കെമിക്കൽ സ്വഭാവം മാറ്റുകൊണ്ട് നമുക്ക് ഒരു ലൈനായിട്ട് പറയാം. കെമിക്കൽ സ്വഭാവത്തെ ഓർഗാനിക് കാർബൺ. ഓർഗാനിക് കാർബൺ എന്ന് പറഞ്ഞാൽ ചെടികളുടെ തായ്വേരുകൾക്ക് ശക്തി പകരുക, മണ്ണിന്റെ ഈർപ്പം നിലനിർത്തുക. കാരണം നമ്മുടെ തായ്വേരിന് ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കുന്ന പ്ലാന്റ് അല്ലെങ്കിൽ ചെടി അത് ശക്തിയോടെ വളരത്തുള്ളൂ. അപ്പൊ ആ തായ്വേരിന് കൊടുക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അതോടൊപ്പം മണ്ണില് ജലാംശം ഈർപ്പം നിലനിർത്തേണ്ടതും ആവശ്യമാണ്. അത് സോയിൽ ഹെൽത്ത് കെയർ നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അടുത്തതാണ് ഇതിനുള്ള ഇൻഗ്രീഡിയന്റ് നൈട്രോജൻ. ഇത് ഇലകളുടെയും ചെടികളുടെയും വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. അപ്പൊ ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ ഗ്രോത്ത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ലൊരു ഗ്രോത്തിലേക്ക് നമുക്ക് കണ്ടെത്താൻ പറ്റും. അത് ഇലകൾ വർദ്ധിക്കുന്നു, ചെടികളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. ഈ 2 കാര്യങ്ങളിലും ഈ സോയിൽ ഹെൽത്ത് കെയറിന്റെ നൈട്രജൻ എന്നുള്ള കണ്ടന്റ് ആണ് നമുക്ക് സഹായിക്കുന്നത്. അതോടൊപ്പം തന്നെ മൈക്രോബീസ് ഫോർ സോയിൽ, 3ാമത്തെ കണ്ടന്റ്, ചെടികളുടെ രോഗാണുവിമുക്തമാക്കുക. അതായത് ചെടികളെ നമ്മൾ നട്ടു, അതിനെ രോഗാണുവിമുക്തമാക്കുവാൻ സോയിൽ ഹെൽത്ത് കെയർ നമ്മളെ സഹായിക്കുന്നു. നമ്മൾ ചെറുതായിട്ട് നമ്മൾ പതുക്കെയാണ് ചെടി വളരുന്നത്. അപ്പം ആദ്യ വളർച്ചയിൽ തന്നെ അതിന് രോഗാണുക്കളൊന്നും പിടിക്കാതിരിക്കാനോ രോഗാണുക്കളിൽ നിന്ന് സംരക്ഷിക്കുവാൻ സോയിൽ ഹെൽത്ത് കെയറിന്റെ ഈ മൈക്രോബീസ് ഫോർ സോയിൽ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. അതായത് ഓർഗാനിക് കാർബൺ, നൈട്രോജൻ, ഫോസ്ഫറസ്, മൈക്രോബീസ് തുടങ്ങിയവ മണ്ണിന്റെ ആരോഗ്യത്തിന് നല്ല ഉൽപാദന ശേഷിയുള്ളതാക്കാനും ചെടിയുടെ ഈർപ്പം നിലനിർത്താനും മണ്ണിനെയും ചെടിയെയും രോഗാണുമുക്തമാക്കുന്നതിനും നല്ല വിളവ് കൂട്ടുന്നതിനും നല്ല ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്നതിനും നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് പ്രധാനമായിട്ട് പറയാൻ നല്ല ബാക്ടീരിയ ഉണ്ടാക്കുവാൻ അത് സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ചെടിയുടെ ആരോഗ്യം സംരക്ഷിക്കാനും അതോടൊപ്പം തന്നെ ഉൽപാദനം വർദ്ധിപ്പിക്കുവാനും ഈ മൈക്രോബീസ് എന്നുള്ള ഈ സോയിൽ അത് നമ്മളെ ഈ കണ്ടന്റ് നമ്മുടെ ഈ പ്രോഡക്റ്റ് സോയിൽ എത്തിലുള്ളത് നമുക്ക് വളരെയധികം സഹായം ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു കണ്ടന്റ് ആണ് നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത്. നമ്മൾ പറയേണ്ട NPK എന്ന് പറയേണ്ട ഇതെല്ലാം ഇത് നമുക്ക് ഇതിനകത്ത് ഈ സോയിൽ ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഉള്ളതാണ്. അപ്പൊ ഈ സോയിൽ ഹെൽത്ത് കെയർ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം? അപ്പൊ 2 ml സോയിൽ ഹെൽത്ത് കെയർ
1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യാം. നമ്മൾ നിലം ഒഴിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിലം നല്ല രീതിയിൽ ഒഴുകുന്നുണ്ട്. ഒഴുന്നതിന് ശേഷം അതിനകത്ത് സോയിൽ ഹെൽത്ത് കെയർ നമ്മൾ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പൊ നിലമെല്ലാം ഒഴുന്ന് ഇടുക. അതിനുശേഷം അതിന് ഈർപ്പമുള്ള ഈ ടെറാ ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ഈർപ്പമുള്ള മണ്ണിലാണ് ടെറാ ടെക്നോളജി ഉപയോഗിക്കേണ്ടത്. ഉണങ്ങിയ മണ്ണിൽ ഒരു കാരണവശാലും ഈ ടെറാ ടെക്നോളജി ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അപ്പൊ അങ്ങനെ മണ്ണിനെ ഒഴിഞ്ഞിട്ട് മണ്ണിന് നല്ല രീതിയിൽ നനച്ചുകൊണ്ട് ആദ്യം നനയ്ക്കുക, ഈർപ്പമുള്ളതാക്കുക. ഈർപ്പമുള്ളതിന് ശേഷം 2 ml 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്ത്, ഇപ്പം നമ്മൾ നോക്കണം 2 ml എന്ന് പറഞ്ഞാൽ 15 ലിറ്ററിന്റെ വെള്ളമാണ്. 1 ലിറ്ററിന്റെ ക്യാൻ എടുക്കുവാണെങ്കിൽ നമുക്ക് 30 ലിറ്റർ വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ എടുത്ത് 30 ml വെള്ളമല്ല 30 ml ഈ സോയിൽ ഹെൽത്ത് കെയർ നമ്മൾ അതിനകത്ത് മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റിപ്പോ നമ്മൾ വലിയ കൃഷിയിടങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 200 ലിറ്ററിന്റെ വെള്ളം എടുക്കുക, ഒരു ഡ്രമ്മിൽ എടുത്തു കഴിഞ്ഞാൽ 500 ml ഒരു സോയിൽ ഹെൽത്തിന്റെ ഒരു ബോട്ടിൽ നമുക്ക് അതിനകത്ത് പൊട്ടിച്ചൊഴിച്ചു കഴിഞ്ഞാൽ ആ 1 ഏക്കർ നമ്മൾ കറക്റ്റായ രീതിയിൽ നമുക്ക് ഈ സോയിൽ ഹെൽത്ത് കെയർ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ സോയിൽ ഹെൽത്ത് കെയറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ ഒരു വർഷം നമ്മൾ ഈ സോയിൽ ഹെൽത്ത് കെയർ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി നമ്മുടെ കൃഷിഭൂമി കെമിക്കൽ ബേസ്ഡ് ആയിട്ടാണ് ഓൾറെഡി ഇരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു മോചനം തീർക്കാൻ ഒരു 6 മാസമെങ്കിലും കൂടുമ്പോൾ നമ്മൾ ഈ സോയിൽ ഹെൽത്ത് കെയർ ചെയ്യേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ കൃഷി ഒരു വർഷത്തെ 8 മാസം 9 മാസമുള്ള കൃഷിയുള്ളതാണെങ്കിൽ നമുക്ക് ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി. ആദ്യം സോയിൽ എടുത്ത് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത വളം വരുമ്പോഴത്തേക്ക് നമുക്ക് സോയിലിന്റെ ആവശ്യമുണ്ട്. പക്ഷെ ആദ്യത്തെ ഒരു വർഷം ഒരു 6 മാസം അല്ലെങ്കിൽ 3 മാസം വരെയെങ്കിലും കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ കെമിക്കൽ സ്വഭാവം ഇല്ലാതെ അത് പൂർണ്ണമായിട്ട് ജൈവികമായ രീതിയിലേക്ക് നീങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പൊ ആദ്യത്തെ ഒരു വർഷം നമ്മൾ പ്രത്യേകം സോയിൽ ഹെൽത്ത് കെയറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അത് ആവശ്യമാണ്. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരുന്നതാണ് പ്ലാന്റ് ഹെൽത്ത് കെയർ. അത് നമ്മുടെ ഭൂമിയിൽ നല്ല നനവുണ്ടായിട്ട് വേണം, ആ നനച്ച് ഈർപ്പമുള്ളതാക്കിയതിനു ശേഷം വേണം പ്ലാന്റ് ഹെൽത്ത് കെയർ എന്നുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതിനകത്ത് വരുന്നതാണ് ഇത് ഒരു സിങ്ക്, പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സിങ്ക് എന്നുള്ളത്. ഇത് ചെടിയുടെ പോഷകമാണ്, ചെടിക്കുള്ള ഒരു പോഷകമാണ് ഈ സിങ്ക് കൊടുക്കുന്നതനുസരിച്ച് പോഷകമാണ്, രോഗാണുക്കളിൽ നിന്നും ചെടികളെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ഇതിനകത്ത് വരുന്ന ഇൻഗ്രീഡിയന്റ് അയൺ എന്ന് പറയുന്നത്. നമുക്കെല്ലാം അറിയാം നമ്മുടെ ബോഡിക്കും മനുഷ്യനാണ് തന്നെ അയണിന്റെ ഡെഫിഷ്യൻസി കുറഞ്ഞാൽ നമുക്ക് വളർച്ച ഉണ്ടാകുന്നു, നമുക്ക് ക്ഷീണം ഉണ്ടാകുന്നു. അതുപോലെ ചെടികൾക്കും ഈ അയണിന്റെ പ്രോഡക്റ്റ് വളരെയധികം ആവശ്യമാണ്. അപ്പൊ ഈ പ്ലാന്റ് ഹെൽത്ത് കെയറിലെ ഒരു ഇൻഗ്രീഡിയന്റ് ആണ് അയൺ എന്നുള്ളത്. ചെടികൾക്ക് നല്ല ആരോഗ്യം പ്രദാനം ചെയ്യുന്നതാണ് അയൺ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മഗ്നീഷ്യം, അത് മനുഷ്യന് വേണ്ട പോലെ തന്നെയാണ് നമ്മുടെ ചെടികളിലേക്കും അതിന്റെ ആവശ്യകത വന്നിരിക്കുന്നത്. ചെടികൾക്ക് ആരോഗ്യം നൽകുക എന്നുള്ളതാണ് മഗ്നീഷ്യം. അപ്പം സിങ്ക് ഉണ്ട്, അതിനുശേഷം അയൺ ഉണ്ട്, അതിനുശേഷം മഗ്നീഷ്യം ഉണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാം, സിങ്ക്, അയൺ, മഗ്നീഷ്യം, ഈ മെയിൻ പ്രോഡക്റ്റുകൾ നമ്മൾ പ്ലാന്റ് ഹെൽത്ത്. അതോടൊപ്പം തന്നെ മോളിബ്ഡിൻ എന്നൊരു പ്രോഡക്റ്റിലൂടെ അതിനകത്ത് ഇൻഗ്രീഡിയൻസ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് സൾഫറിന്റെ മെറ്റബോളിസം മെയിൻറ്റെയിൻ ചെയ്യാം. അതോടൊപ്പം തന്നെ ഓവറോൾ പ്ലാന്റിനുള്ള മെറ്റബോളിസത്തെ അത് വളരെ രീതിയിൽ കറക്റ്റ് ആക്കുവാൻ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് വേറൊരു ഇൻഗ്രീഡിയന്റ് ആണ് കോപ്പർ എന്ന് പറയുന്നത്. കോപ്പർ എന്ന് പറഞ്ഞാൽ കൃത്യമായ വിത്തും ഫലങ്ങളും വരുന്ന രീതിയിൽ ചെടിയെ തയ്യാറാക്കാൻ കോപ്പർ സഹായിക്കുന്നു. ഇവയെല്ലാം ചെടിയുടെ പൂർണ്ണമായ ആരോഗ്യത്തോടുകൂടി നല്ല വളർച്ചയിലേക്ക് നടക്കുന്നു. അപ്പം പ്രധാനമായിട്ട് നമുക്ക് പ്ലാന്റ് ഹെൽത്ത് കെയറിലെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് പ്രധാനമായിട്ട് പറയപ്പെടുന്നത് ഒന്ന് സിങ്ക്, ഒന്ന് അയണ്, ഒന്ന് മഗ്നീഷ്യം, ഒന്ന് മോളിബ്ഡിനം, അതോടൊപ്പം തന്നെ കോപ്പർ. ഈ കോപ്പറാണ് നല്ല രീതിയിലുള്ള വളർച്ചയ്ക്ക് നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഈ പ്ലാന്റ് ഹെൽത്ത് കെയറിലുള്ളത്. ഈ പ്ലാന്റ് ഹെൽത്ത് കെയർ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു? ചെടിക്ക് ഒരു 4 മുതൽ 5 ഇല വരണം. 4 മുതൽ 5 ഇല വരുമ്പോൾ നമ്മൾ ഈ പ്രോഡക്റ്റിനെ ഉപയോഗിക്കുന്നത് 2 ml 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തുകൊണ്ട് സ്പ്രേ ചെയ്യുന്നതായിരിക്കും കൂടുതൽ അഭികാമ്യമെന്നാണ് ഇതിന്റെ മാനുഫാക്ചേഴ്സ്. നമ്മൾ ഈ പ്രോഡക്റ്റുകളെല്ലാം ഉപയോഗിക്കുമ്പോഴും നമുക്ക് വായിലൊക്കെ ഉപയോഗിക്കാൻ വെള്ളത്തിൽ മിക്സ് ചെയ്യാം, പക്ഷെങ്കിൽ ഇത് സ്പ്രേ ചെയ്യുന്നതാണ് എപ്പോഴും നമുക്ക് അഭികാമ്യം. അത് എല്ലാ സ്ഥലങ്ങളിലും അത് കൃത്യമായിട്ട് എത്തിച്ചേരുകയും ചെയ്യും. അപ്പൊ അങ്ങനെ നമ്മൾ 2 ml 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യുക. അതായത് 15 ലിറ്ററിന്റെ ഒരു ക്യാൻ ആണെങ്കിൽ 30 ml പ്ലാന്റ് ഹെൽത്ത് കെയർ മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ സോയിൽ അഴിച്ചതിന് ശേഷം നമുക്കൊരു 4-5 ഇല, 4 ഇലയെങ്കിലും മിനിമം വരണം. 4 ഇലയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുകളിലൂടെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഇലയിലെല്ലാം എത്തി. അതോടൊപ്പം തന്നെ ആ ചെടിയുടെ ചൂട്ടെല്ലാം വന്ന് അതിന് നല്ല വളർച്ചയിലേക്ക് നല്ല രീതിയിൽ തുറക്കും. നല്ല എനർജിയോടെ നമ്മുടെ പ്ലാന്റ് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നല്ല എനർജിയോട് നല്ല ശക്തിയോടുകൂടി ആ ഇല കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും മുരടിച്ച് നിൽക്കാതെ നല്ല ആരോഗ്യത്തോടു കൂടി ആ ഇല നമുക്ക് കാണുകയും അതിന്റെ വളർച്ച അത് വളരെയധികം ത്വരിതപ്പെടുത്തുവാൻ പ്ലാന്റ് ഹെൽത്ത് കെയർ നമ്മളെ സഹായിക്കുന്നു. അപ്പൊ അതോടൊപ്പം തന്നെ അത് അടുത്തതാണ് നമ്മുടെ പ്രോഡക്റ്റ് ആണ് ഫ്രൂട്ട് ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്.
അതായത് ഫ്രൂട്ട് ഹെൽത്ത് കെയർ നമ്മൾ ഉപയോഗിക്കുന്നത് അതിന്റെ പേരിൽ തന്നെ ഫ്രൂട്ടിന്റെ സംരക്ഷണം നൽകുക എന്നുള്ളതാണ് ഫ്രൂട്ട് ഹെൽത്ത് കെയർ നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത്. അപ്പൊ നമ്മള് ചീരയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ അതോടൊപ്പം തന്നെ തേയിലയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ എല്ലാം ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇലയാണ്. ബാക്കിയുള്ള എങ്ങനെയാണ് കായ്ഫലങ്ങൾ വരുന്നത്. ഇപ്പം നമ്മള് റംബൂട്ടാനെ കുറിച്ച് അതിന്റെ കായ്ഫലങ്ങളുണ്ട്. പിന്നെ വാഴയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ വാഴയ്ക്കാണ് നമുക്ക് അതിന്റെ ഫ്രൂട്ടായിട്ട് വരുന്നത്. അപ്പൊ ഓരോന്നിനും ഓരോ രീതിയിലുള്ള വരുമ്പോൾ അതിനെ നമ്മൾ ഫ്രൂട്ടായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് ആ രീതിയിൽ വേണം നമ്മൾ ഫ്രൂട്ടിന്റെ പ്രവർത്തനം നമ്മൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ഫ്രൂട്ട് ഹെൽത്ത് കെയർ ഉള്ളത്? അതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഓർത്തോസിലിസിക് ആസിഡ് ഫോർ സോയിൽ ഹെൽത്ത് കെയർ. ഇത് ഒരു തരം സിലിക്കോൺ ആണ്. ഇത് മണ്ണിന്റെ ആരോഗ്യം, ചെടികളുടെ വളർച്ച, പൂവ്, കായ് വളർച്ചയ്ക്ക് ത്വരിതപ്പെടുത്തുന്നു. ഓർത്തോസിലിസിക് ആസിഡ് ഫോർ സോയിൽ ഹെൽത്ത്. ഇത് ഒരു തരം സിലിക്കോൺ ആണ്. ഇത് മണ്ണിന്റെ ആരോഗ്യം, ചെടിയുടെ വളർച്ച, പൂവ്, കായ് വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. അപ്പൊ പൂവും കായും നല്ല രീതിയിൽ ഉണ്ടാകുവാൻ വേണ്ടി ഈ ഒരു ഇൻഗ്രീഡിയന്റ് നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. അടുത്തതാണ് ഓർത്തോസിലിസിക് ആസിഡ് ഫോർ പ്ലാന്റ്സ്. ഇത് ചെടിയുടെ ഫംഗസ് രണ്ടെണ്ണം ഉണ്ട്. ആദ്യം പറഞ്ഞത് ഓർത്തോസിലിസിക് ആസിഡ് ഫോർ സോയില്. അപ്പൊ അടുത്തതാണ് ഓർത്തോസിലിസിക് ആസിഡ് ഫോർ പ്ലാന്റ്സ്. ഇത് ചെടിയുടെ ഫംഗസ്, ബാക്ടീരിയ ആക്രമണങ്ങളെ ചെറുക്കുവാൻ സഹായിക്കുന്നു. നല്ല പൂവും നല്ല ഇതളും നല്ല കളറുള്ള പൂവ് ഉണ്ടാക്കാനും ഇത് നമ്മൾ സഹായിക്കുന്നു. ഇത് നമ്മുടെ പൂവിന്റെ കളർ നല്ലതായിരിക്കുന്നു, കായ്ക്ക് നല്ല ഫലം കിട്ടുന്നു. അതോടൊപ്പം തന്നെ കായയുടെ സെൽ വോളുകൾ, അത് നല്ല കട്ടിയുള്ള ഒരു ആവരണം അതുണ്ടാകാൻ വേണ്ടി നമുക്ക് സഹായിക്കുന്നു. അതുപോലെ ഫ്രൂട്ടുകൾ ക്രാക്ക് ആകാൻ, പൊട്ടാതിരിക്കാൻ നമ്മുടെ ഈ പ്രോഡക്റ്റ് ഓർത്തോസിലിസിക് ആസിഡ് പ്ലാന്റ്സ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ പല ഫ്രൂട്ടുകളും ഒരു പരിധിയാകുമ്പോൾ ചിലപ്പോൾ പൊട്ടുന്നിട്ട് നമുക്ക് കാണാം. അപ്പൊ അതിനെ നമുക്ക് നല്ല രീതിയിൽ അവോയ്ഡ് ചെയ്യാൻ ഈ പ്രോഡക്റ്റുകൾ നമ്മളെ വളരെയധികം സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ഫലങ്ങളുടെ ലൈഫ് കൂടുന്നു, ഫലത്തിന്റെ ലൈഫ് കൂടുന്നു, നല്ല കളർ ഉണ്ടാകുന്നു. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിദത്തമായ കളറിലേക്ക് നമ്മളിങ്ങനെ മാറ്റുവാൻ ഈ ഒരു പ്രോഡക്റ്റ് നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 2 ml 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ എടുത്തുകൊണ്ട് മിക്സ് ചെയ്യാം. അപ്പൊ നമ്മള് 15 ml 15 ലിറ്റർ വെള്ളം എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 30 ml ഫ്രൂട്ട് എടുക്കത്ത് നമുക്ക് ചെയ്യണം. പ്ലാന്റ് വന്നു കഴിഞ്ഞാൽ പ്ലാന്റ് വന്നിട്ട് ഫ്രൂട്ട് വരുന്നോളം വരെ നമ്മൾ പ്ലാന്റ് ആണ് ഉപയോഗിക്കേണ്ടത്. പ്ലാന്റ് ഹെൽത്ത് കെയർ നമ്മൾ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുക. ഏകദേശം 6 മാസത്തെ കൃഷിയാണെങ്കിൽ ഒരു 15 ദിവസം കൂടുമ്പോൾ നമ്മൾ ഇത് ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അല്ലാത്തതാണ് നമുക്ക് മാസത്തിലൊരിക്കൽ അതിലൊരു 8 മാസം 10 മാസം വരെയുണ്ട്. മാസത്തിലൊരിക്കൽ കൊടുത്താൽ നമുക്ക് അതിന്റെ സപ്പോർട്ട് നമുക്ക് നല്ല രീതിയിൽ കിട്ടും. ഇപ്പൊ അതിന്റെ ഫ്രൂട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഫ്രൂട്ട് ഹെൽത്ത് കെയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ചെറിയ മുട്ട് പോലെ വന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾ അതിനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രൂട്ടിന്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തി നല്ല ഫലങ്ങൾ ഉണ്ടായിക്കൊണ്ട് കർഷകന് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുവാൻ ഈ ഫ്രൂട്ട് ഹെൽത്ത് കെയർ നമുക്ക് വളരെയധികം സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ചിലപ്പോൾ നമുക്ക് പ്ലാന്റ് വന്നതിന് ശേഷം പെട്ടെന്ന് ഫ്രൂട്ടിന്റെ അത് തുടങ്ങുന്ന ചില കൃഷി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പ്ലാന്റ് വന്നു കഴിഞ്ഞ ഉടൻ തന്നെ ഈ പ്ലാന്റിന്റെ 1 ml പ്ലാന്റും 1 ml ഫ്രൂട്ടൂടെ മിക്സ് ചെയ്ത് അടിക്കുന്നത് വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ തന്നെ പ്ലാന്റ് നമ്മളോട് തിരിഞ്ഞു പോകും. പെട്ടെന്ന് ഫ്രൂട്ട് വന്നു കഴിഞ്ഞാൽ പ്ലാന്റ് അവിടെ വെച്ച് നമ്മൾ ഫ്രൂട്ടിലേക്ക് വരും. അപ്പൊ ഇത് രണ്ടും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ചെടിക്ക് നല്ല വളർച്ചയുണ്ട്. 1 ml പ്ലാന്റും 1 ml ഫ്രൂട്ടും. അത് നമ്മൾ നോക്കണം, ഓരോ വിളവനുസരിച്ച് നമുക്ക് അതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ആ ഫ്രൂട്ടിനും അതോടൊപ്പം അതിന്റെ ചെടിക്കും വളർച്ച ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ളൊരു റിസൾട്ട്, കായ്ഫലങ്ങൾ നമുക്ക് ഉണ്ടാക്കുവാൻ ഇത് വളരെയധികം നമ്മളെ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ അടുത്തായിട്ടുള്ളത് നമുക്ക് വരുന്നത് ഫ്രൂട്ട് ഹെൽത്ത് കെയർ പ്ലാന്റ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ പ്രാണികളിൽ നിന്ന് സംരക്ഷിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമുണ്ട്. അപ്പൊ പ്രാണികളിൽ നിന്ന് നമ്മൾ എങ്ങനെ സംരക്ഷിക്കുന്നു? ചില കൃഷികൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് വർഷങ്ങളായിട്ട് ഒരു ഫംഗസ്, ഏത് കൃഷി തുടങ്ങുമ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് ഫംഗസ് ബാധയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ആ ഫംഗസിനെ ഇല്ലാതാക്കണം. അപ്പൊ അത് ഇല്ലാതാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പ്രാണികളിൽ നിന്നുള്ള സംരക്ഷണം ചിലപ്പോൾ ഉണ്ടാകാതിരിക്കും. അപ്പൊ അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കണം. കഴിഞ്ഞ വർഷം നമ്മൾ കൃഷി എടുത്തു, ഒരു സീസൺ എടുത്തു. രണ്ടാമത്തെ സീസൺ വന്നപ്പോഴും നമുക്ക് ആ കൃഷിയിലേക്ക് വീണ്ടും ഫംഗസിന്റെ ബാധ വരുന്ന ഒരു പാറ്റേൺ ഉണ്ടെങ്കിൽ ആദ്യം അതിന് ഈ വളങ്ങളൊക്കെ വെക്കുക. അത് കെമിക്കൽ ആയിട്ടുള്ള ഫംഗസ്, ആന്റി ഫംഗസ് ആയിട്ടുള്ള ചില പൗഡറുകളുണ്ട്. അതെടുത്ത് ആദ്യം നമ്മൾ അടിച്ച് അതിന്റെ ഒരു പ്രാണി പോലും ഇല്ലെന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമാണ് നമ്മൾ ഈ കൃഷിഭൂമിയിൽ നമ്മുടെ കൃഷി തുടങ്ങാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പിന്നെയും ആ ബുദ്ധിമുട്ടുകൾ നമ്മൾ വീണ്ടും ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ചില കർഷകർ ചിലപ്പം പറയും, അയ്യോ നിങ്ങളുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് പോലും പ്രാണികൾ വരുന്നത്. പക്ഷെ ആ പ്രാണികളുടെ റൂട്ട് ഇല്ലാതാക്കി ഫുള്ളായിട്ട് ഇതിന് ശേഷം കൃഷി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഭാവിയിൽ അതിന്റെ ബുദ്ധിമുട്ട് ചില സ്ഥലങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ ഞങ്ങൾ കെമിക്കലായിട്ട് ഒറ്റ പ്രാവശ്യം അടിച്ചുകൊണ്ട് അതിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിക്കൊണ്ട് നമ്മുടെ ഈ പ്രാണികളിൽ നിന്ന് സംരക്ഷിക്കുന്ന ഈ സ്പ്രെഡോയും
ഈ ബയോ റിപ്പലന്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ സ്പ്രെഡോ എന്നുള്ളത് നമ്മൾ പ്രാണികളിൽ നിന്ന് സംരക്ഷിക്കാൻ ചെയ്യുന്നു. ഇത് നമ്മൾ 1/2 ml എടുക്കുക. ഈ സ്പ്രെഡോ 1/2 ml, 1/2 ml എടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ബയോ റിപ്പലന്റിൽ പ്രധാനമായിട്ടുള്ളത് ക്ലോവ് ഓയിൽ ഉണ്ട്, ജിഞ്ചർ ഓയിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ പ്രകൃതിദത്തമായ രീതിയിൽ പല രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുക. അപ്പൊ 2 ml ഈ ബയോ റിപ്പലന്റും 1/2 ml ഈ സ്പ്രെഡോ ഉപയോഗിക്കുക. ഈ സ്പ്രെഡോയുടെ കാര്യം എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് സ്പ്രെഡ് ആവും. ഇപ്പൊ നമ്മളൊരു ചെടിയുടെ ഇല എടുത്തിട്ട് അതിനകത്ത് നമ്മൾ അല്പം ഒരു തുള്ളി ഒരു ശകലം വെള്ളത്തിന്റെ ഒരു ഡ്രോപ്പ് ഒഴിച്ചിട്ട് ഈ സ്പ്രെഡോ അതിനകത്ത് പുരട്ടി കഴിഞ്ഞാൽ ആ ഇല മൊത്തം സ്പ്രെഡ് ആവും. സ്പ്രെഡ് ആക്കുന്നുള്ളതാണ് ഈ സ്പ്രെഡോയുടെ മെയിൻ ആയിട്ടുള്ള കാരണം. അതോടൊപ്പം തന്നെ ചിലപ്പോൾ നമ്മൾ സോയിൽ ഹെൽത്ത് കെയർ നമ്മൾ ഉപയോഗിക്കുന്ന സമയങ്ങളിൽ ഈ സോയിൽ ഹെൽത്ത് കെയർ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളൊരു ശകലം ഈ സ്പ്രെഡോട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ സ്പ്രെഡിങ് ഭയങ്കരമായിട്ട് ഭൂമിയിലേക്ക് വന്നുകൊണ്ട് ആ സോയിലിനെ നല്ല രീതിയിൽ സംരക്ഷിക്കുവാൻ ഈ സ്പ്രെഡോ നമുക്ക് സഹായിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ സാറ് പറയുന്നുണ്ട് ഇതെല്ലാം ഓരോ സിംഗിൾ ബോട്ടിലായിട്ടും കിട്ടും. കാരണം ഈ കിട്ടുമെന്ന് പറയുന്നുണ്ട്. കാരണം ഈ ബയോ റിപ്പലന്റ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ആവശ്യമുണ്ട്. ഈ പ്രാണികളിൽ നിന്ന് സംരക്ഷിക്കാൻ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയത് പല നോർത്ത് ഇന്ത്യയിലും ഞാൻ പല ഹിന്ദി വീഡിയോകളിലും സൂമുകളിലും കേട്ടിട്ടുണ്ട്. ഈ സ്പ്രെഡോ എന്നുള്ളത് വളരെയധികം ഈ ബയോ റിപ്പലന്റ് ഈ പ്രാണികളിൽ നിന്ന് സംരക്ഷിക്കാൻ വളരെയധികം സഹായിക്കുന്നു. അപ്പൊ ഈ സ്പ്രെഡോ ഈ ബയോ റിപ്പലന്റും പ്രാണികളിൽ നിന്ന് സംരക്ഷിച്ചുകൊണ്ട് വിളകളെ നല്ല രീതിയിൽ നമുക്ക് കിട്ടുവാനും അതിന്റെ പ്രവർത്തനം പൂർണ്ണമായിട്ടും നടക്കുകയും ബാക്ടീരിയയിൽ നിന്നും ഫംഗസിൽ നിന്നും നമ്മളെ സംരക്ഷിക്കും. അതുപോലെ തന്നെ ഈ ഉറുമ്പുകൾ കാണും. ചില കൃഷി ഇടങ്ങളിൽ നമുക്ക് ഉറുമ്പിന്റെ ശല്യം ഭയങ്കരമായിട്ട് വരുമ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ സ്പ്രെഡോയും ഈ ബയോ റിപ്പലന്റും നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ വിളവിനെ നമുക്ക് എടുത്തുകൊണ്ട് റെഡിയാക്കാൻ പറ്റും. അപ്പൊ ഈ സ്പ്രെഡോ എന്നുള്ളത് 1/2 ml ഈ ബയോ റിപ്പലന്റ് എന്നുള്ളത് 2 ml നമ്മൾ ഉപയോഗിക്കണം. ഇത് പ്രത്യേകമായിട്ട് ശ്രമിക്കണം. അതായത് അമാവാസിക്കും പൗർണമിക്കും 2 ദിവസം മുമ്പ് വേണം നമ്മൾ സാധാരണയായിട്ട് ഈ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കേണ്ടത്. കാരണം അമാവാസിക്കും പൗർണമി ദിവസമാണ് ഈ അണ്ടവിസർജനം നടക്കുന്ന പ്രാണികളുടെ. അപ്പൊ അതിനു മുമ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രാണികൾ വരാതിരിക്കാനും പ്രാണികളുടെ ഈ ശ്വസന പ്രക്രിയ നമ്മൾ ഒരു പ്രാണിയും കൊല്ലുന്നില്ല, ഡയറക്റ്റ് കില്ല് ചെയ്യുന്നില്ല. കെമിക്കൽ വളങ്ങൾ കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ട് കൊല്ലുന്ന പോലെ നമ്മൾ കൊല്ലുന്നില്ല. അതിന്റെ ശ്വസന പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്നു. അതിന് ആഹാരം കഴിക്കാത്ത രീതിയിൽ ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഇല്ലാതാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതിനാണ് ഈ പ്രാണികളിൽ നിന്ന് നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടി ഈ 2 പ്രോഡക്റ്റുകൾ നമ്മൾ അത് ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് ഓരോ രീതിയിലും ചെയ്യാം. അപ്പൊ ഒരു ഡെമോയ്ക്ക് നമ്മൾ പോവാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യണം 1 ml സോയിൽ എടുക്കണം. ഇപ്പൊ ഒരു കൃഷിഭൂമിയിൽ ചെന്നിട്ട് നമ്മുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയെ കുറിച്ച് നമ്മുടെ പ്രോഡക്റ്റിന്റെ റിസൾട്ടിനെ കുറിച്ച് നമുക്ക് കാണണമെങ്കിൽ നമ്മളൊരു ഈ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ 1 ml സോയിൽ എടുക്കുക. ഡെമോ നമ്മളെപ്പോഴും മാഗ്നറ്റിക് പ്രോഡക്റ്റിന്റെ ഡെമോ കാണിക്കുന്ന പോലെ 1 ml സോയില്, 1 ml പ്ലാന്റ്, 1 ml ഫ്രൂട്ട്, ഒരു 1/2 ml ഈ സ്പ്രെഡോ. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം എങ്ങനെയാണ് നമ്മൾ ഒരു ഡെമോ കാണിക്കുന്നത്. 1 ലിറ്റർ വെള്ളം എടുക്കുക. 1 ലിറ്റർ വെള്ളത്തിൽ 1 ml സോയിൽ ഒഴിക്കുക, 1 ml പ്ലാന്റ് ഒഴിക്കുക, 1 ml ഫ്രൂട്ട് ഒഴിക്കുക, 1/2 ml ഈ സ്പ്രെഡോ ഒഴിക്കുക. അത് നമ്മൾ ആദ്യം ഈർപ്പമുള്ളതാക്കണം. കൃഷിഭൂമി എവിടെയാണോ നമ്മൾ നനയ്ക്കുന്നത് അവിടെ ഈർപ്പം ഉണ്ടായതിനു ശേഷം നമ്മൾ സ്പ്രേ ചെയ്യുക. 1 ലിറ്റർ നമ്മൾ സ്പ്രേ ചെയ്തിട്ട് പോരുക. ഒരു സൈഡിൽ നിന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നമ്മൾ സ്പ്രേ ചെയ്യുക. അതോടൊപ്പം തന്നെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് സ്പ്രേ ചെയ്യും. അപ്പൊ 2 കോട്ടായി കഴിയും. അപ്പൊ കറക്റ്റ് ആയിട്ട് ഒരു 15 ദിവസം കഴിഞ്ഞ് നമ്മളവിടെ പോയി ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ളൊരു എനർജി ആ ചെടികൾക്ക് കാണുകയും അവർ നമ്മളിൽ നിന്ന് ഓർഡർ തരാനും അപ്പൊ നമ്മൾ അത് അടുത്ത പ്രാവശ്യം സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ ഈ സോയിലിലേക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ആ ബിസിനസ്സിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ഈ അഗ്രികൾച്ചർ പ്രോഡക്റ്റുകൾ നമുക്ക് ഓരോ രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ചില പ്രോഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇഞ്ചിയുണ്ട്, ചേനയുണ്ട്, ചേമ്പുണ്ട്, കപ്പയുണ്ട്. ഇതെല്ലാം ഭൂമിക്കടിയിൽ വളരുന്ന അതിനെ എങ്ങനെ നമ്മൾ ആദ്യം നമ്മൾ നിലം ഉഴുക, അതിനുശേഷം ഈർപ്പമുള്ളതാക്കുക, അതിനുശേഷം സോയിൽ അടിച്ചതിന് ശേഷം നമുക്ക് 2-3 ഇല 4 ഇല വന്നതിന് ശേഷം പ്ലാന്റ് ഉപയോഗിക്കുക. പ്ലാന്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ പ്ലാന്റ് ഫ്രൂട്ട് കൂടെ ഒന്നുകൂടി ഉപയോഗിക്കണം. കാരണം ഇത് ഭൂമിക്കടിയിലാണ്. അപ്പൊ അത് നമുക്ക് ചോട്ടിൽ ഒടിച്ചു കഴിഞ്ഞാൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കുഴപ്പമില്ല. അപ്പൊ ഇഞ്ചിക്ക് നല്ല വളർച്ച ഉണ്ടാകും, ചേനയ്ക്ക് വളർച്ച ഉണ്ട്, ചേമ്പിന്, കപ്പ ഇതിനെല്ലാം നല്ല ഹെവി ആയിട്ടുള്ള വളർച്ചയുണ്ട്. നല്ല കപ്പക്കിഴങ്ങ്, ചേനയുടെ അതിന്റെ നല്ല രീതിയിലുള്ള ക്വാണ്ടിറ്റി നമുക്ക് കർഷകന് കിട്ടാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ നമ്മൾ അതിനെ വളർച്ചയിലേക്ക് നമ്മൾ നീക്കി അതെല്ലാം നമ്മൾ ഇതിന്റെ ചോട്ടിൽ നമ്മൾ സ്പ്രേ ചെയ്താൽ മതി. അപ്പൊ മേലോട്ട് അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ അതിന്റെ റിസൾട്ടുകൾ ഭൂമിക്ക് അടിയിലേക്ക് എത്തുകയും ചെയ്യും. അപ്പൊ അത് നമ്മൾ കർഷകർക്ക് അറിയാം എപ്പോഴാണ് ഇഞ്ചിക്ക് കൂടുതൽ ഗ്രോത്ത് ഉണ്ടാകുന്നത്, അത് ചേനയ്ക്ക് അവർക്കെല്ലാം അറിയാം. അതനുസരിച്ച് നമ്മൾ ഈ പ്രോഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. അതോടൊപ്പം വാഴയുണ്ട്, തേയിലയുണ്ട്, ചീരയുണ്ട്, വെണ്ട, പച്ചമുളക്, പാവയ്ക്ക, പടവലം, ഇതെല്ലാം നമ്മൾ മുകളിലോട്ട് സോയിൽ അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ സോയിൽ ഉപയോഗിക്കുക, പ്ലാന്റ് ഉപയോഗിക്കുക, ഫ്രൂട്ട് ഉപയോഗിക്കുക.
അപ്പൊ അങ്ങനെ നീങ്ങിക്കഴിഞ്ഞാൽ ഇതിലെല്ലാം നമുക്ക് നല്ല വളർച്ച ഉണ്ടാക്കാൻ നമുക്ക് വരുന്ന ഈ പ്രോഡക്റ്റുകൾ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ. ഇപ്പൊ അതോടൊപ്പം തന്നെ വേറൊരു ഇതാണ് നമ്മൾ പ്രധാനമായിട്ടുള്ളത് നെൽകൃഷി. നെൽകൃഷിക്ക് നമ്മൾ എങ്ങനെ വെച്ചാൽ ഇപ്പൊ നമ്മൾ കണ്ടത്തിലുണ്ടെങ്കിൽ എല്ലാ വരമ്പുകളും അടച്ചു വെച്ചിട്ട് അതിനകത്ത് വെള്ളത്തിൽ നമ്മൾ ഞാറ് നടുന്നു. ഞാറ് നടുന്നതിന് മുമ്പ് ഒരു 200 ml 200 ലിറ്ററിന്റെ ഒരു ഡ്രം എടുത്തുകൊണ്ട് അതിനകത്ത് നമ്മൾ 500 ml ഒരു ബോട്ടിൽ പ്ലാന്റ് ഹെൽത്ത് എടുത്ത് സോയിൽ ഹെൽത്ത് എടുത്തുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ അത് വെള്ളത്തിന്റെ കൂടെ തന്നെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമ്മുടെ ആ വയലിൽ അത് വരിക. അതിനുശേഷം നമ്മൾ ഞാറ് നടുക. ഞാറ് നട്ട് അതിന്റെ ഡെവലപ്പ് ഞാറ് വന്നിട്ട് നമ്മൾ ഞാറിന്റെ ഗ്രോത്ത് വരുമ്പോൾ നമ്മളത് പ്ലാന്റ് ഹെൽത്ത് കെയറും ഇതുപോലെ തന്നെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സ്പ്രേ ചെയ്ത കുറെ കൂടെ ഉത്തമമാണ്. സ്പ്രേ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യും. പക്ഷേങ്കിൽ അതിനുശേഷം നെല്ല് വന്നതിന് ശേഷം നമ്മൾ ഫ്രൂട്ട് ഹെൽത്ത് കെയർ സ്റ്റാർട്ട് ചെയ്യണം. ഫ്രൂട്ട് ഹെൽത്ത് കെയർ തീർച്ചയായിട്ടും സ്പ്രേ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ ആ നെൽമണിക്ക് നമുക്ക് നല്ല രീതിയിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ. അതോടൊപ്പം ഈ ബയോ റിപ്പലന്റ് നമ്മൾ നോക്കണം. നെല്ല് പതിരാതെ നമ്മൾ കണ്ട് ചില നെല്ലുകളൊക്കെ പതിരായിട്ട് വന്നു. അതിനൊക്കെ നമുക്ക് ഈ പോഷകം ഇല്ലാത്തതുകൊണ്ടാണ് ഇത് കൂടുതൽ സംഭവിക്കുന്നത്. അപ്പൊ അതിനിത് വളരെയധികം സംരക്ഷിക്കും. നെൽകൃഷിക്ക് ഭയങ്കര റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതോടൊപ്പം തന്നെയാണ് ഏലം, ജാതിക്ക, കുരുമുളക്, ഇതിലൊക്കെ നമുക്കിത് കറക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കാരണം ഏലകൃഷിക്കാർ പലരും ചോദിക്കുന്നുണ്ട്, പലയിടത്തും ഉപയോഗിക്കുന്നു. പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപയോഗം വേണം. പക്ഷെ ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഴ ഒരു 2-3 മണിക്കൂറെങ്കിലും നിന്ന് കഴിക്കുന്ന സമയത്ത് വേണം ഈ പ്രോഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒലിച്ചു പോയി കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ടുകൾ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അപ്പൊ ഞാൻ ഇടയ്ക്ക് നമ്മുടെ ഡാൻഡി സാറിന്റെ ടീമിൽ തന്നെ നമ്മള് പൈനാപ്പിളിനൊരു നല്ല രീതിയിലൊരു ജമ്പിങ് ഇട്ട് ഉപയോഗിച്ച് റംബൂട്ടാൻ ഉപയോഗിച്ച് ഇവിടെ എല്ലാം നല്ല റിസൾട്ടുകൾ കിട്ടിയതായിട്ട് എനിക്ക് അറിയാൻ പറ്റി. ആ ടീമിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്ന ഒരു അഗ്രികൾച്ചറിൽ വളരെയധികം ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ അത് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ ഏലത്തെ കുറിച്ച് പറയാം. അതൊരു പ്രത്യേക വലിയൊരു മാർക്കറ്റാണ് ഏലം കൃഷിയിൽ. അപ്പൊ സോയിൽ ഉപയോഗിക്കുക, അതിനുശേഷം പ്ലാന്റ് ഉപയോഗിക്കുക, അതിനുശേഷം നമുക്ക് കാ വരാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റും ഫ്രൂട്ടും കൂടെ ഒന്നിച്ച് ഓരോരോ ML വെച്ച് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏലം കൃഷിയിൽ നമുക്ക് നല്ലൊരു ജമ്പിങ് നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കാം. അതോടെ ഈ സ്പ്രോട്ടോയും ബയോസ് റിപ്പലന്റും നമുക്ക് പ്രാണികളിൽ നിന്ന് സംരക്ഷിക്കാൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഏലം കൃഷിക്കകത്തൂടെ നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പല സ്ഥലത്ത് ഇപ്പൊ ഏലത്തിന്റെ ഒരു കാരണം വണ്ടിപ്പെരിയാർ ഒരു സ്ഥലത്ത് അടിച്ചിരുന്നു. പക്ഷെ അവർ പൂർണ്ണമായിട്ട് ഉപയോഗിച്ച് അവർ സോയിലും പ്ലാന്റും ഫ്രൂട്ടും അടിച്ചപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര റിസൾട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഫ്രൂട്ട് വരെ അടിച്ചപ്പോൾ എനിക്ക് റിപ്പോർട്ട് കിട്ടിയിരുന്നു നല്ല രീതിയിൽ വളമുണ്ട്. അപ്പൊ അങ്ങനെ നമ്മളിതൊരു ഒരു സെറ്റിങ് വാങ്ങിക്കുക. എന്നിട്ട് നമ്മൾ പല കർഷകരിലേക്ക് ചെല്ലുക. അപ്പൊ ചെയ്യുന്നതനുസരിച്ച് അവർക്ക് കിട്ടുന്ന റിസൾട്ടുകൾ നമുക്ക് കാണുമ്പോൾ ആ ഏരിയയിൽ എല്ലാ വർഷവും ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും പല ആളുകൾക്ക് എത്തുകയും അത് മറ്റുള്ള ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ നമുക്കിതൊരു വൻ ബിസിനസ് ആയിട്ട് നമുക്ക് കേരളത്തിൽ ആകമാനം ഒരിക്കലും ചിലപ്പോൾ വൻ മരങ്ങൾ ഇപ്പൊ തെങ്ങിനുണ്ട്. തെങ്ങൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ മരങ്ങളാണ്. അപ്പൊ അതൊക്കെ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ 200 ml ഒരു ഡ്രം എടുത്തിട്ട് സോയിൽ അങ്ങോട്ട് മിക്സ് ചെയ്ത് തെങ്ങിന്റെ അടിഭാഗം കിളച്ച് അതിനകത്ത് ഒരു വെള്ളമൊക്കെ ചെറുതായിട്ട് ഒഴിച്ച് അതിനൊന്ന് നനവുള്ളതാക്കിയിട്ട് ഈ ഒരു മിനിമം 1 ലിറ്റർ തൊട്ട് 2 ലിറ്റർ വരെ ആ തെങ്ങിന്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ നമുക്കിത് നല്ല രീതിയിൽ മുന്നോട്ട് നീങ്ങാൻ പറ്റും. അങ്ങനെ വൻമരങ്ങൾക്ക് വേറെ രീതിയിൽ ക്വാണ്ടിറ്റി കൂടുതൽ കൊടുത്തുകൊണ്ട് നമുക്ക് ഈ കൃഷി രീതിയെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ വിളവുണ്ടാകുകയും വിളവുണ്ടാകുന്ന കർഷകരിലേക്ക് എത്തുകയും ചെയ്യും. പ്രൊഡക്ടിവിറ്റി 100% ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. കാരണം പല രീതിയിലുള്ള റിസൾട്ടുകൾ നമുക്ക് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ രംഗത്ത് നമുക്ക് വളരെയധികം മുന്നേറാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഈ ടെറ ടെക്നോളജിയോട് നമുക്ക് തന്നിരിക്കുന്നത്. കാരണം നമ്മൾ ടെറസിന്റെ മുകളിലൊക്കെ നമ്മൾ പല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനോടൊപ്പം ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഊർജ്ജം നമ്മുടെ കർഷകന് കിട്ടുകയും ആ ഊർജ്ജം കിട്ടുന്നതനുസരിച്ച് നമ്മുടെ ചെടികൾ വളരെ രീതിയിൽ വളരുകയും ചെയ്യുമ്പോൾ അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടിക്കൊണ്ട് അവർക്ക് പ്രോഫിറ്റബിൾ ചില നോക്കാൻ പറയും സാറേ 6,500 8,400. പക്ഷെ നിങ്ങൾ ആ പ്രൊഡക്ടിവിറ്റി നോക്കൂ. മനുഷ്യൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കെമിക്കൽ ഇല്ലാത്തൊരു ഫുഡ് ഉപയോഗിക്കുക, നമുക്ക് അസുഖമില്ലാത്തൊരു ലോകം നമുക്ക് സ്വപ്നം കാണാൻ പറ്റുന്നെങ്കിൽ നമുക്ക് ഈ ജൈവ കൃഷി ആവശ്യം. അപ്പോഴാണ് നമ്മുടെ കോസ്റ്റിംഗ് പറയുന്നത്. അപ്പൊ ഒരു വർഷം നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷവും നമുക്ക് 25% നമ്മുടെ കെമിക്കൽ വളങ്ങൾ കുറയ്ക്കുവാൻ പറ്റുമെന്ന്. അപ്പൊ അതാണ് പ്രോഫിറ്റബിലിറ്റി. 25% നമുക്ക് കെമിക്കൽ വളങ്ങൾ ഓരോ വർഷവും കുറച്ചുകൊണ്ട് നമുക്ക് ഈ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയങ്കര MD പറയുകയുണ്ടായി, അടുത്ത 25 വർഷക്കാലം ഈ ബയോടൂറിയത്തിലായിരിക്കും എന്റെ 100% ശ്രദ്ധ.
അങ്ങനെ ഈ ബയോടോറത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയാക്കാനുള്ള ഒരു പ്രയാണത്തിൽ നമ്മുടെ പ്രിയങ്കരൻ നമ്പി 24 മണിക്കൂർ 365 ദിവസവും നമ്മൾക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ നമ്മളും അദ്ദേഹത്തോടെ കൈപിടിച്ചു വരേണ്ടത് നമ്മളെ സംബന്ധിച്ച് ആവശ്യമാണ്. കാരണം 5 വർഷത്തെ പ്ലാൻ എടുത്തുകൊണ്ട് ഈ ബയോടോറത്തിൽ വർക്ക് ചെയ്യും. നമുക്ക് ഓരോരുത്തർക്ക് നമ്മുടെ ജീവിതം ധന്യമാക്കുവാൻ ഈ ബയോടോറം കമ്പനി എപ്പോഴും നിങ്ങളോട് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് നിർത്തുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരു 15 മിനിറ്റ് തരുന്നുണ്ട്. നിങ്ങൾ ഏത് സംശയം ചോദിച്ചാലും ഞാൻ ആൻസർ തരാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു. നമ്മുടെ ഇതിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ എങ്ങനെയാണ് ഈ ഒരു പ്ലാന്റ് ഉപയോഗിക്കുന്നത് സംശയം ചോദിച്ചു കഴിഞ്ഞാൽ സാർ ഇപ്പൊ സംസാരിച്ച് ലൈവ് തരും. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? വല്ല ചെടി നടന്നതുമായിട്ടോ പച്ചക്കറി നടന്നതുമായിട്ടോ അല്ലെങ്കിൽ മറ്റു തോട്ട മേഖലയിൽ ഉപയോഗിക്കാവുന്നതുമായിട്ടോ? അതെ സാർ, വയനാട്ടിലൊക്കെ കുറച്ച് ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ. സാറേ, ഇതിനോട് നല്ല താല്പര്യമുണ്ട്. ഞാൻ കുറച്ചായി കേൾക്കാൻ. കാരണം വെച്ചാല് മറ്റ് പ്രോഡക്റ്റുകൾ മാത്രമാണല്ലോ കേൾക്കുന്നത്. അതെ അതെ അതെ. ഇപ്പോ ഇതില് കുറച്ച് കൂടെ ഒന്ന് ആധികാരികമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം വയനാട്ടിലൊക്കെ ഇതിന് നല്ലൊരു വാഴ കൃഷിയൊക്കെ നല്ലപോലെ നടക്കുന്നതാണ്. അപ്പൊ ഒന്ന് രണ്ട് കർഷകരുമായിട്ട് നല്ല ബന്ധമുണ്ട് കർഷകരുമായിട്ടൊക്കെ. തീർച്ചയായിട്ടും നമ്മളൊന്ന് ഒന്ന് രണ്ട് കർഷകർ എടുത്ത് നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് എടുത്തിട്ട് പ്രത്യേകിച്ച് 8 ഒരു പ്രോഡക്റ്റ് എടുത്താൽ ഒരു പ്രോഡക്റ്റ് നമുക്ക് വിൽക്കാനും പറ്റും, ഒരു പ്രോഡക്റ്റ് നമുക്ക് ഡെമോ പ്രോഡക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ പല സ്ഥലങ്ങളിൽ ഇത് സ്പ്രേ ചെയ്ത് അടിച്ച് ഒരു ചെറിയ പമ്പും വാങ്ങിച്ചാൽ മതി. നമ്മളിത് പലയിടത്തുനിന്ന് സ്പ്രേ ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബിസിനസ് കൂടി. ഇത് എല്ലായിടത്തും അങ്ങനെയാണ്. ഡെമോ കാണിച്ചെങ്കിൽ മാത്രമേ അതിന്റെ ആ റിസൾട്ട് കാണുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഓട്ടം തരും. വളരെ നല്ല ഇന്നത്തെ ഒരു സൂം വളരെ ഗംഭീരമായിരുന്നു. കാരണം വെച്ചാല് നമ്മള് ബയോമാഗ്നറ്റിക് അത് മാത്രം പറഞ്ഞു പോയി. അത് കൊണ്ട് നമുക്ക് കുറച്ച് ഇപ്പൊ നമ്മൾ ഡെമോ കാണിക്കാൻ കൂടെ പറയാം. 1 ml സോയില് 1 ml പ്ലാന്റ്, 1 ml ഫ്രൂട്ട്, 1 ml ഈസ്റ്റ് ഉണ്ടോ? ഇത്രയും 1 ലിറ്റർ വെള്ളത്തിൽ 1 ml സോയില്, 1 ml പ്ലാന്റ്, 1 ml ഫ്രൂട്ട്, 1/2 ml ഈസ്റ്റ് ഉണ്ടോ? ഇത്രയും പ്രോഡക്റ്റ് ഒന്നിച്ച് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ എടുത്തുകൊണ്ട് നമ്മൾ സ്പ്രേ ചെയ്യുക. പല കർഷകരെ അപ്രോച്ച് ചെയ്തിട്ട് ഒരു ദിവസം ഇറങ്ങാൻ രാവിലെ. അപ്പൊ എല്ലാരെയും ഓരോ സ്ഥലം ഇടത്ത് വശത്തുനിന്ന് വലത്ത് വശത്ത് അടിക്കുക, വലത്ത് വശത്ത് ഇടയ്ക്കടിക്കുക. ഒരു 10% നമ്മുടെ ഒരു ഏക്കർ സ്ഥലമൊക്കെ ഉള്ള വ്യക്തിയാണ് 10% സ്ഥലത്ത് അടിച്ചിട്ട് നമ്മളിഞ്ഞ് പോരുക. ഒരു നനവ് വേണം. അതാദ്യം നമ്മള് ഭൂമിക്ക് നനവ് വേണം. ഈർപ്പമുള്ള രീതിയിലൊന്ന് നനയ്ക്കുക, ചെറുതായിട്ട് നനച്ചാൽ മതി. അപ്പം ഈർപ്പത്തോടുകൂടി ഇതങ്ങോട്ട് കൊടുത്തിട്ട് നമ്മളൊരു 15 ദിവസം കഴിഞ്ഞ് പുള്ളിയെ പോയി നോക്കണം. ആദ്യം നമ്മൾ വീഡിയോ എടുക്കണം, എന്നിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാൻ. അപ്പോഴേ നമുക്കത് കാണിക്കാൻ പറ്റത്തുള്ളൂ. ഇത്രയും ഡിഫറൻസ് ഉണ്ടെന്നുള്ളത്. അപ്പൊ അത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് ഇത്രയും വ്യത്യാസമുണ്ട് ഞങ്ങളുടെ പ്രോഡക്റ്റ്. ഞാന് ഒരു വയനാട്ടിലെ പിന്നെ തേറ്റമല ഒരാളായിട്ട് ഞാൻ സംസാരിച്ചുള്ള റെഡിയാ. പക്ഷെങ്കില് ഇതിന്റെ ഡയറക്ഷൻ ചെയ്യേണ്ടത് മിക്സിങ് ഒന്നും കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് ഒന്നും പറയാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ എന്തെങ്കിലും ഓൾറെഡി യൂട്യൂബ് ഉണ്ട്, ഞാനത് ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഓക്കെ, താങ്ക് യു സാറ്. നല്ലപോലെ പ്രൊമോട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. പക്ഷെ അതിന്റെ മിക്സിങ് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. ആരെ വിളിക്കണം എന്താണെന്ന് അറിയില്ലായിരുന്നു. നമ്മള് മറ്റ് ഹെൽത്തിനുള്ള മാത്രം മാഗ്നറ്റ് പ്രോഡക്റ്റുകൾ മാത്രം കേട്ടത് കൊണ്ട് നമുക്ക് ഇതിനെ പറ്റി അത്ര ഐഡിയ ഇല്ലായിരുന്നു. ഓക്കെ, താങ്ക് യു സർ. അഗ്രികൾച്ചറോടൊപ്പം ഞാൻ വേറെ കാര്യം കൂടെ പറയണേ. മോർ പവർ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട്. അത് അല്ലല്ല, ഷുഗറിന്റെ ഗുളിക കഴിക്കുന്നവർക്ക് വളരെ പ്രയോജനം ചെയ്യും. രാവിലെ മാത്രമേ കഴിക്കും, വൈകിട്ട് കഴിക്കേണ്ട. ഷുഗർകാര് രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് വരും. ഇപ്പൊ ഞാൻ പോലും മാസത്തിൽ 5 ഗുളിക കഴിക്കുന്നുള്ളൂ. അതുപോലെ എനിക്ക് എത്തിച്ചേരാൻ പറ്റി. അങ്ങനെയുള്ളൊരു നല്ല പ്രൊജക്റ്റ് ആണ് നമ്മുടെ മോർ പവർ പോലും. നല്ലതല്ലേ? യെസ്, ഗുളിക കഴിക്കുന്നവർക്ക് എല്ലാം കൊടുത്ത് രാവിലെ മാത്രമേ കഴിക്കാവൂ, വൈകിട്ട് കഴിക്കാവൂ. താങ്ക് യു സർ. 30 ദിവസം കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കാണാം, ഹെവി റിസൾട്ട്. നെക്സ്റ്റ് സത്യ സാറ്. ഓക്കെ സാർ, നല്ല ക്ലാസ് ആയിരുന്നു. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് സാറ് അവതരിപ്പിച്ചത്. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത് വീഡിയോസ് ആണ്. ഇതിന്റെ ആയിക്കോട്ടെ. നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞ് ചെയ്യാട്ടെ. ഇപ്പൊ ഞങ്ങളുടെ കൂടെയുള്ള ജയമോൻ എന്ന് പറഞ്ഞ സാറ് ഒരു പൈനാപ്പിൾ തോട്ടം, അവരോട് പറഞ്ഞത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് വന്നതിന് ശേഷം
പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും റിസൾട്ട് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായ റിസൾട്ട്. ശരിയാണ്. അതെ, നല്ല രീതിയിൽ പ്രൊമോഷൻ ചെയ്യാൻ പറ്റിയ കാര്യമാണ്. കാരണം നമ്മൾ ആലോചിക്കാത്ത ചിന്തിക്കാത്ത മേഖലയാണ് നമ്മുടെ കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത്. കാരണം മനുഷ്യനും അതോടൊപ്പം ഭൂമിക്കും ഏറ്റവും ആവശ്യമായ പ്രൊഡക്റ്റുമായി ആയിട്ടാണ് നമ്മുടെ ഡോക്ടർ സാഗർ സാർ നമ്മളോട് വന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് പ്രകൃതിയോട് കൂടി നമ്മുടെ കൂടെ നിർത്താൻ പറ്റിയ, കാരണം വിഷരഹിതമായ ഭക്ഷണങ്ങൾ കഴിക്കാവുന്ന രീതിയിലേക്ക് നമ്മുടെ ആരോഗ്യം നിലനിർത്താവുന്ന രീതിയിലേക്കാണ് കമ്പനി പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ പറയാം, ഇത് നമുക്ക് ഗാർഡനിങ്ങിന് ഉപയോഗിക്കാം. ഗാർഡനിങ് ഇപ്പൊ നമ്മള് ഒത്തിരി ചെടികൾ വിൽക്കുന്ന ഒത്തിരി കടകളുണ്ട്, ഈ നഴ്സറികൾ. അവരെല്ലാം നമുക്ക് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് നമുക്ക് അവർക്ക് കൊടുക്കാം. അവർക്ക് വേണമെങ്കിൽ ഈ കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും. റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം. ഒരു 4000 രൂപയ്ക്ക് കിട്ടി കഴിഞ്ഞാൽ 10,000 രൂപ കൂട്ടിക്കൊണ്ട് അല്ല 1500 കൂട്ടിക്കൊണ്ട് അവർക്ക് വരുന്ന ക്ലയൻസിന് കൊടുക്കാൻ പറ്റും. ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആണ്, ജൈവികമാണ്. അതോടൊപ്പം തന്നെ ഓണർക്ക് തന്നെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളൊരു ആളെ നിർത്തി കഴിഞ്ഞ ദിവസം 1000 രൂപ കൊടുക്കണം. അപ്പൊ ഓണർക്ക് തന്നെ നമുക്ക് ആ ഗാർഡനിങ്ങിൽ പോലും ഇത് ഉപയോഗിക്കാൻ പറ്റും. ചെടികൾക്കും നല്ല പൂ വരാനും ചെടികളെ വളർച്ചയ്ക്കും ഇതിനുമെല്ലാം വളരെ രീതിയിൽ സഹായിക്കും. അങ്ങനെ ഒരു വൻ ബിസിനസ് ആയിട്ട് ഇതിനെ മാറ്റാൻ പറ്റും. ഇപ്പൊ എത്രയോ ആൾക്കാർ ചെടികൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതിനകത്ത് 1-2 കാര്യങ്ങൾ ചെയ്യണം. ഓർക്കിഡിന് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിനകത്തൊന്നും അതിന്റെ നാമ്പിനകത്ത് വെള്ളം വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. ബോഗൻവില്ലയ്ക്ക് അടിക്കുമ്പോൾ അത് മേളിൽ സ്പ്രേ ചെയ്യാതെ ചോട്ടിൽ പിടിക്കണം. ഇങ്ങനെ ചില കാര്യങ്ങൾ മാത്രം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കടലാസ് ചെടി എന്ന് പറയത്തില്ലേ ബോഗൻവില്ല, അപ്പൊ അതിന് മുകളിൽ ഉപയോഗിക്കരുത്, അതിന് താഴെ ഉപയോഗിക്കണം. അതോടൊപ്പം അതിനകത്ത് പ്ലാന്റ് ഹെൽത്ത് കെയർ വളരെ കുറച്ച് മാത്രമേ ബോഗൻവില്ലയിൽ ഉപയോഗിക്കാൻ പറ്റൂ. കാരണം അതിനകത്ത് ഇല വന്നു കഴിഞ്ഞാൽ പൂവിന്റെ അളവ് കുറയും. അപ്പൊ അത് പ്ലാന്റ് ഹെൽത്ത് കെയർ ഒറ്റ പ്രാവശ്യം ഉപയോഗിക്കും. ബാക്കി സമയത്തെല്ലാം സോയിലും അതുപോലെ തന്നെ ഫ്രൂട്ടുമാണ് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടത്. അതതിന്റെ ചോട്ടിലാണ് ഉപയോഗിക്കേണ്ടത്, മേലോട്ട് സ്പ്രേ ചെയ്യേണ്ട ആവശ്യകതയില്ല. അപ്പൊ ഇങ്ങനെ ചില കാര്യങ്ങളുടെ മറക്കുക. റോസ ചെടി, മാവ്, അപ്പൊ എന്തെല്ലാം കാര്യം ഇങ്ങനെയുള്ള റീറ്റെയിൽ ആയിട്ട് വിൽക്കുന്ന പല പിന്നെ ഇവരുണ്ട് നമ്മുടെ പിന്നെ ഈ പല സ്ഥലങ്ങളും നമ്മൾ കാണാറുണ്ടല്ലോ. ഇതിന്റെ എല്ലാം വിൽക്കുന്ന ചെടികൾ വിൽക്കുന്ന നേഴ്സറികളുണ്ട്. ആ നേഴ്സറികളെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു വൻ ബിസിനസ് ആയിട്ട് കേരളത്തിൽ മാറ്റാൻ നമുക്ക് സാധിക്കും. കൃഷി മാത്രമല്ല, അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ എത്രയോ ആൾക്കാർ ഗാർഡനിങ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അവർക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ വെറും ജൈവികപരമായിട്ട് ആ പൂവിനൊക്കെ നല്ല നിറം വരികയും നല്ല വളർച്ച വരികയും ചെയ്യുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളോട് ഈ പ്രോഡക്റ്റുകൾ വീണ്ടും വീണ്ടും വാങ്ങിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. താങ്ക് യു. ഹാൻഡ് റൈസ് ചെയ്യുന്ന ആളുകൾക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത്. ഐഷക്കുട്ടി എന്ന് പറഞ്ഞൊരു ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. ഇന്നത്തെ സൂം നല്ല അടിപൊളി സൂമായിരുന്നു. സാറിന് അഭിനന്ദനങ്ങളുണ്ട്. അതേപോലെ ഞാൻ എന്താ ഉദ്ദേശിച്ചാല്, സാർ ഈ പ്രോഡക്റ്റിന്റെ കാര്യം ഇപ്പൊ കൃഷിക്ക് പറഞ്ഞല്ലോ, അത് നമ്മുടെ വീട്ടില് ഇപ്പം പിന്നെ കായ്ക്കാത്ത തെങ്ങുകള്, അതേമാതിരി 3 വർഷം കൊണ്ട് പിന്നെ കായ്ക്കുന്ന തെങ്ങാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വെക്കാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് എത്രമാത്രം ഉപയോഗപ്പെടുത്താം, നമുക്ക് എങ്ങനെ ഉപയോഗിക്കാന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് ആദ്യത്തെ ഒരു വർഷം നമ്മൾ ക്വാണ്ടിറ്റി 1 ലിറ്റർ എങ്കിലും ഒരു തെങ്ങിന്റെ താഴെ നമ്മൾ ഇട്ട് കൊടുക്കണം. 1 ലിറ്റർ എങ്കിലും നമ്മൾ ഉപയോഗിക്കണം. അപ്പൊ നമ്മള് അതൊരു 3 മാസത്തിലൊരു തെങ്ങൊക്കെ ആകുമ്പോൾ നമുക്ക് 3 വർഷം കൊണ്ടല്ലേ വിളവ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ സോയിലാണ് ആദ്യം ഉപയോഗിക്കുന്നത്. സോയിൽ ഉപയോഗിക്കാം, അത് ചെയ്യുമ്പോൾ പ്ലാന്റ് ഉപയോഗിക്കാം. പിന്നെ പിന്നെ നാളികേരമൊക്കെ വന്നതിന് ശേഷം നമുക്ക് ഫ്രൂട്ട് ഉപയോഗിച്ചാൽ മതി. അപ്പൊ അത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം, അത് 1 ലിറ്റർ എങ്കിലും മിനിമം ഒരു തെങ്ങിന്റെ ചോട്ടിൽ വീഴണം, എങ്കിലേ നമുക്ക് അതിന് പ്രയോജനം കിട്ടത്തുള്ളൂ. അതിന് 3 മാസത്തിലൊരിക്കൽ കൊടുത്താലും മതി, കുഴപ്പമൊന്നും. ഈ 1 ലിറ്റർ 3 മാസത്തിൽ ഒരു തവണ കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, സംശയം മാറി വേണ്ടതല്ലേ? 3 മാസം ഒഴിക്കാം. സോയിൽ ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വളർച്ച വരുമ്പോ പിന്നെ പ്ലാന്റ് ഉപയോഗിക്കാം. പിന്നെ ഓൾട്ടർനേറ്റീവ് പിന്നെ പ്ലാന്റ് ഉപയോഗിക്കാം. പ്ലാന്റ് ഉപയോഗിച്ചാ പിന്നെ അപ്പൊ സോയിൽ വേണേ 6 മാസത്തിലൊരു ഉപയോഗിച്ചാൽ കുഴപ്പമൊന്നുമില്ല. സോയിൽ 6 മാസം. ഞാൻ ചോദിച്ചത് പൂർണ്ണ വളർച്ച എത്തിയ ഒരു തെങ്ങ് പക്ഷെ കായ്ക്കുന്നില്ല. അതൊരു കാര്യം ചെയ്ത് സോയിൽ ഉപയോഗിക്കാം, പ്ലാന്റ് ഉപയോഗിക്കാം, ഫ്രൂട്ട് ഉപയോഗിക്കാം. 3 കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് നമ്മുടെ തെങ്ങിന്റെ തടത്തില് തടത്തില് തെങ്ങിന്റെ താഴ്വശം ചെറുതായിട്ടൊന്ന് കൊത്തി ഇളക്കിയിട്ട് അവിടെ നീർപ്പ് ഉള്ളതാക്കിയതിന് ശേഷം ഇത് ഒഴിക്കുന്നത്. 3 കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാകുന്നുള്ളൂ. പെട്ടെന്ന് അല്ലല്ല വലിയ തെങ്ങ് വളർന്നു കഴിഞ്ഞെങ്കിൽ സോയിലും പ്ലാന്റും ഫ്രൂട്ടും കൂടെ ഒഴിച്ചോ, ഒന്നുകൂടെ ഒഴിച്ചോ, 3 നമ്മളിപ്പോ തെങ്ങിൻ തൈകൾ മേടിച്ച് വെക്കുമല്ലോ, വെക്കുമ്പോ 3 ആദ്യം സോയില് മാത്രം ഉപയോഗിക്കും. സോയില് മാത്രം മതി. പിന്നെ അത് 1 ലിറ്റർ ഉപയോഗിക്കണമെന്നുണ്ട്. അത് 1 ലിറ്റർ വേണം, 1 ലിറ്റർ വേണം. വലിയ തെങ്ങല്ലേ, അത് നമുക്ക് 1 ലിറ്റർ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. കുറച്ച് നമുക്ക് സപ്പോർട്ട് കിട്ടും ഫസ്റ്റ് ഇയറിൽ. പിന്നെ നമുക്ക് ഇച്ചിരി കുറയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ പുതിയത് വെക്കുന്ന ഒരു 1 ലിറ്റർ ആയാലും കുഴപ്പമൊന്നുമില്ല. ആദ്യം 1 ലിറ്റർ ഉപയോഗിക്കുന്നത് നല്ല വലിയ തെങ്ങ് തടമൊക്കെ എടുത്തിട്ടില്ലേ നമ്മൾ ചെയ്യുന്നത് ഇത് മൊത്തം തെങ്ങിന്. അപ്പൊ ഇച്ചിരി ക്വാണ്ടിറ്റി കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഉണ്ണി മുണ്ടൂർ, പാലക്കാട്. ഉണ്ണി സാറേ, കണ്ടു ചെയ്തു.
എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. പ്രത്യേകം ജ്യോതി സാറിന് വളരെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. താങ്ക് യു. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് പറയൂ. സാർ, നമ്മള് പിന്നെ കവുങ്ങിന് വന്നിട്ട് ഈ അതിന്റെ മെച്ചിങ് എല്ലാം കൊഴിഞ്ഞു പോകുന്നുണ്ട് നമ്മുടെ വീട്ടിലുള്ളത്. ഓക്കെ. അതുപോലെ നമ്മള് ഈ സോയിലും പ്ലാന്റും കൂടിയിട്ട് വാഴയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ചില വാഴയുടെ ആ കൂമ്പില് വന്നിട്ട് ഈ പുഴു കടിക്കുന്നത് പോലെ ഉണ്ടായിരുന്നു സാർ. അപ്പൊ നമ്മൾ ഈ പിന്നെ ഈ സ്പ്രെഡോയും ബയോ റിപ്പലന്റും നമ്മൾ അത് സ്പ്രേ ചെയ്യണം. ഈ സ്പ്രെഡോ പിന്നെ 6 ml 2 ml ഈ ബയോ റിപ്പലന്റും അത് ചെയ്താൽ മതി. 1/2 ml അല്ലേ? 1/2 ml. ഈ സ്പ്രെഡോ എന്നുള്ളത് 1/2 ml, ബയോ റിപ്പലന്റ് 2 ml 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്തോളൂ. ഓ, ബയോ റിപ്പലന്റ് അല്ലേ? അതായത് നമ്മുടെ പ്രാണികളുടെ ശ്വസന പ്രക്രിയ തടസ്സപ്പെടുത്തുന്നു, ആഹാരം കഴിക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്നു. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇല്ലാതാകും. നമ്മൾ ഈ കവുങ്ങിന് സാർ നമ്മുടെ ഒരു സാറ് വരുന്ന സമയത്ത് പോകാൻ ആഗ്രഹിക്കുകയാണ്. എത്ര നാളായി തരുന്നുണ്ടല്ലോ. അല്ല, ഇതുവരെയ്ക്കും കായ് വരുന്നതേ ഉള്ളൂ. ഇത് കൊഴിഞ്ഞു പോവുകയാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാണ്, അത് മനസ്സിലായി. അപ്പൊ നമുക്ക് പ്ലാന്റും സോയിലും പ്ലാന്റും ഫ്രൂട്ടും കൂടെ തന്നെ താഴെ അടിച്ചു, കുഴപ്പമൊന്നുമില്ല. തോട്ടിലൊന്നും നനച്ചിട്ട് അത് 3 സോയില്, ഒരു മിനിറ്റ്, പ്ലാന്റ്, ഫ്രൂട്ട്, അത് ഓരോരോ ml എടുത്ത് 1/2 ml ഈ സ്പ്രെഡോട് അടിച്ച് എടുത്തിട്ട് താഴെ ഒന്ന് കൊടുത്തേ. അതിന് ചോട്ടിൽ നല്ല രീതിയിൽ 1 ലിറ്റർ ഒന്ന് ഒഴിച്ചു കൊടുത്തേ. 1/2 ml സോയിൽ പ്ലാന്റ്, 1 ml ഫ്രൂട്ട്, 1 ml സോയിൽ പ്ലാന്റ് ഫ്രൂട്ട്, ഓരോരോ ml, 1/2 ml ഈ സ്പ്രെഡ്. ഇതുകൊണ്ട് നമ്മള് അതിന്റെ ചുവടൊന്ന് നനച്ചിട്ട് ചെറിയ രീതിയിൽ നനച്ചിട്ട് പറ്റുമെങ്കിൽ. വളരെ മഴയുള്ള സമയമാണല്ലോ. കുഴപ്പമില്ല. അപ്പൊ അധികം വലിയ ഹിൽ ഏരിയ ഒന്നും അല്ലല്ലോ, നോർമൽ ആയിട്ട്. അതിപ്പോ നമ്മളൊന്ന് നനച്ചിട്ട് ആദ്യം ഒരു 2-3 മണിക്കൂറിലും മഴ പെയ്യായിരിക്കും. അപ്പൊ അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിന് ആ പോഷകം കിട്ടും. അത് പോഷകം കിട്ടാത്തതുകൊണ്ടാണ് ഈ ഇടം നിറഞ്ഞു പോകുന്നത്. മനസ്സിലായി? അപ്പൊ നമുക്ക് ഈ രാസവളം ഒരു വളരെ ലഘുവായിട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഫസ്റ്റ് ഇയർ 1 വർഷം കഴിയുമ്പോൾ അതിന്റെ അടുത്ത വർഷത്തിന് 25% കുറയ്ക്കാം. ഒരു 3 വർഷം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു ചിലരൊക്കെ ഒരു 25% ഇടും എന്ത് പറഞ്ഞാലും. ബാക്കി നമുക്ക് 3 വർഷം കൊണ്ട് നമുക്ക് മാക്സിമം ജൈവത്തിലേക്ക് നീങ്ങാൻ പറ്റും. യെസ്. ഓക്കെ. അപ്പൊ ഇതിന്റെ അത് മാറും. ജൈവ കൃഷി ചെയ്യുന്നതുകൊണ്ട് ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നമ്മുടെ ജൈവ വളങ്ങൾ നിർത്തരുത്. അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കണം കേട്ടോ. സാറ് പിന്നെ സാറ് ഈ ക്ലാസ് കഴിഞ്ഞ ശേഷം ഒന്ന് ഫ്രീ ആവുമ്പോഴേ ഒരു 9 ഏക്കർ സ്ഥലത്ത് പിന്നെ കവുങ്ങ് കൃഷി വളരെ പിന്നെ ചെയ്യുന്ന ഒരാൾക്ക് ഇത് എങ്ങനെ റെക്കമെൻഡ് ചെയ്യാന്നുള്ളതൊന്ന് സാറൊന്ന് പറഞ്ഞു തരണേ. തീർച്ചയായിട്ടും എന്റെ നമ്പർ വാങ്ങിച്ചോളൂ, വിളിച്ചോളൂ. ഞാൻ പറഞ്ഞു ഉണ്ട്, സാറിന്റെ നമ്പർ എൻ്റെ ഉണ്ട്. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. പറയാം. സാറേ. സാറേ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വളരെ സന്തോഷം സാറിന്റെ ക്ലാസ് കേൾക്കാൻ പറ്റിയതിന്. കാരണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാറിൻ്റെതായിട്ടുള്ള പ്രത്യേക ഗൈഡൻസിലൂടെ ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള പൈനാപ്പിൾ എന്ന് പറയുന്ന തോട്ടം ഏകദേശം ഇപ്പൊ ഒരു 33 ഏക്കറോളം അത് ചെയ്തിട്ടുണ്ട്. നശിച്ചുപോയി. അതായത് ഒരു വെല്ലുവിളിയാണ് ഏറ്റവും നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ആ തോട്ടത്തില് അവര് ഞങ്ങളോട് പറഞ്ഞ ഒറ്റ കാര്യതേ ഉള്ളൂ, ഇത് ക്ലിയർ ആവുകയാണെങ്കിൽ ഇനിയുള്ള പൈനാപ്പിളുകാരോട് മുഴുവൻ അവർ സജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുത്ത് ചെയ്തു. ഇന്നലെ ഞങ്ങളവിടെ പോയ സമയത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള കാനി എന്നാണ് അതിന്റെ കുഞ്ഞിന് പറയുന്നത്. ആ കാനി വളരെ സക്സസ് ആയിട്ട് നിൽക്കുന്ന കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. പ്രത്യേകിച്ച് നമ്മുടെ സാറിനും അതുപോലെ തന്നെ സഹജോഷ് സാറിനൊക്കെ ഞങ്ങളുടെ ഗ്രേറ്റ് ലീഡേഴ്സിനൊക്കെ അഭിനന്ദനങ്ങൾ അറിയിക്കാൻ ഞാൻ ചോദിക്കാൻ നിങ്ങൾ ഫീൽഡിൽ ചെന്ന് നിങ്ങൾക്ക് എന്ത് ഒബ്ജക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ എന്നെ വിളിച്ചോളൂ. അപ്പം തന്നെ സാർ അറിയാമല്ലോ, ഓൺ ദ സ്പോട്ടിൽ ഞാൻ ആൻസർ തരുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സാറിനെ വിളിക്കാറുണ്ട്, സാറ് ഓൺലൈൻ മറ്റേ വീഡിയോ കോളിൽ വരാറുണ്ട്, കാണിക്കാറുണ്ട്, സാർ അതിനുള്ള സജഷൻസ് പറയാറുണ്ട്. സാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സാറ് ഡാൻസ് സാറൊക്കെയാണ് അതിനകത്ത് കൂടുതലായിട്ട് ഇൻട്രസ്റ്റ്. ഓക്കെ, ഇന്നലെ മറുപടി തരും തീർച്ചയായിട്ടും കേട്ടോ. തീർച്ചയായിട്ടും. താങ്ക് യു സാറേ, വെരി താങ്ക്സ്. ഓക്കെ, താങ്ക് യു. സുനിൽ കോട്ടയം. സുനിൽ സാർ അൺമ്യൂട്ട് ചെയ്യും. ജ്യോതിഷ് സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറയും. ഞാൻ ഇടയ്ക്ക് സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കൃഷിയെ സംബന്ധിച്ച്. എന്റെ ഇപ്പോഴത്തെ ഒരു സംശയം, നമ്മുടെ 500 ml ബോട്ടിൽസ് ആണല്ലോ വരുന്നത്.
500 ml ബോട്ടിൽസ് ആണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. യെസ്. അതിൽ കുറഞ്ഞ ക്വാണ്ടിറ്റിക്ക് ബോട്ടിൽസ് അവൈലബിൾ ആണോ? ഇല്ല 500 ml ആണ് മിനിമം. അതൊരു 250 വരുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇല്ല, വരില്ല. അതിൽ കൂടിയേ വരത്തുള്ളൂ. കാരണം നമ്മൾ ഞാൻ പറയില്ലേ, കേരളത്തിലാണ് കൃഷിഭൂമിയുടെ ഒരു കർഷകനെ സംബന്ധിച്ച് അവിടെ 25 ഏക്കർ, 50 ഏക്കർ, 100 ഏക്കർ, 200 ഏക്കർ, നോർത്ത് ഇന്ത്യയിൽ മൊത്തം ആൾക്കാർ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അവർക്ക് ഇത് പോരാ, അവർ വെറുതെ 1 ലിറ്ററിന്റെ വേണമെന്നാണ്, 1-2 ലിറ്ററിന്റെ വേണമെന്നാണ് ഇങ്ങോട്ട് കമ്പനിയോട് ആവശ്യപ്പെടുന്നത്. ഓക്കെ, താങ്ക് യു. ഇത് 3 വർഷം ചോദിക്കാൻ നിൽക്കുന്നതിന് എന്താ ചെയ്യാം? എത്ര പേര് വേണമെങ്കിലും ചോദിച്ചാൽ ഞാൻ റെഡിയാ, ഒരു കുഴപ്പമില്ല. മൊത്തം ആൾക്കാർ ചോദിച്ചോ, ഞാൻ റെഡിയാണ്. ഷെറീന മാഡം, ഷെറീന കെട്ടി. സംശയമുള്ളതുകൊണ്ടല്ലേ ചോദിക്കുന്നേ? അതെ തീർച്ചയായും. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഗുഡ് മോർണിംഗ് സാറേ. എനിക്ക് എന്താ പറയാ, എനിക്ക് ചോദിക്കാനുള്ളത് എന്താ വെച്ചാല് 2 വർഷം മാത്രം പ്രായമായിട്ടുള്ള തെങ്ങിൻ തൈകളുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മള് എന്താണ് ചെയ്യേണ്ടത്? എത്ര തെങ്ങിൻ തൈയുണ്ട്? ഒരു 15ഓളം തെങ്ങിൻ തൈകളുണ്ട്. അതേപോലെ ഒരു 25ഓളം കവുങ്ങും തൈകളും ഉണ്ട്. കഴുങ്ങൊക്കെ കൊലയ്ക്കുന്നുണ്ട്, പക്ഷെ കായ് പിടിക്കുന്നില്ല. തെങ്ങിൻ തൈകളൊക്കെ 2 വർഷമായിട്ടുള്ളൂ. കഴുങ്ങൊക്കെ 6 വർഷം 7 വർഷം ആയതാണ്. ഓക്കെ. അപ്പൊ നമ്മള് സോയില് പ്ലാന്റ് ആദ്യം ചെയ്യുമ്പോ സോയില് പ്ലാന്റ് ഫ്രൂട്ട് ഒന്നിച്ച് മിക്സ് ചെയ്യാം. ഓരോ ലിറ്റർ വെച്ചിട്ട് ഒഴിക്കാം. അതിൽ എത്ര ചേർത്തണം? അതിന്റെ ബേസിക് ഇതാണ്. 1 ml സോയിൽ, 1 ml പ്ലാന്റ്, 1 ml സോയിൽ, 1 ml പ്ലാന്റ്, 1 ml ഫ്രൂട്ട്, 1/2 ml ഈസ്റ്റ് കേട്ടോ. ഇത് ഒന്നിച്ച് മിക്സ് ചെയ്യുക 1 ലിറ്റർ വെള്ളത്തിൽ. അപ്പൊ വെള്ളം കൂടുന്നതനുസരിച്ച് ക്വാണ്ടിറ്റി കൂടുക. ഇപ്പൊ 15 ലിറ്ററിന്റെ ഒരു പമ്പ് ആണെങ്കിൽ, അല്ലെങ്കിൽ 15 ലിറ്റർ എടുക്കുവാണെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യുക. 30 ml സോയില്, 30 ml പ്ലാന്റ്, 15 ml, ഞാൻ പറഞ്ഞ തെറ്റിപ്പോയി. 15 ലിറ്റർ വെള്ളം എടുക്കുകയാണെങ്കിൽ 15 ml സോയില്, 15 ml ഫ്രൂട്ട്, പ്ലാന്റ്, അത് 7.5 ml ഈസ്റ്റ് ഉണ്ടാവും. അപ്പൊ അത് മിക്സ് ചെയ്ത് ഓരോ ലിറ്റർ വെച്ച് നമ്മൾ ചെറുതായിട്ട് ഇതിന്റെ അടിഭാഗം നനച്ചിട്ട് ഇത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു മാസത്തിൽ ഒരിക്കൽ. 2 വർഷം മാത്രമായിട്ടുള്ള തെങ്ങിൻ ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും. അല്ല സാർ, 2 വർഷം മാസത്തിൽ ഒരു പ്രാവശ്യം ഒഴിച്ചു, അപ്പൊ നല്ലോണം കയറി വരും. പിന്നെ നമുക്ക് ആ ഫ്രീക്വൻസി 2 വർഷം മാത്രമായിട്ടുള്ള തെങ്ങിൻ തൈകൾക്കും അതേ അളവ് തന്നെ മതി. അത് കൊടുത്തോ, കുഴപ്പമൊന്നുമില്ല. 2 വർഷം ആയല്ലോ, അത്രയും വളർന്നല്ലോ, ചെറുതല്ലല്ലോ. അപ്പൊ ഈ കഴുങ്ങിനും അതിന്റെ മരട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി. താഴെ ഒഴിച്ചാൽ മതി. ആദ്യം ഒന്ന് താഴെ നനയ്ക്കണം. നനച്ചിപ്പോ മഴയാണ്ട് കുഴപ്പമില്ല, നനവുണ്ട്. അപ്പൊ നമ്മൾ ഒരു മഴ നിന്നിട്ട് ഒരു 2-3 മണിക്കൂറേലും മഴ നിൽക്കണം. അപ്പൊ ആ സമയത്ത് നമ്മൾ 1 ലിറ്റർ വെച്ച് ഒഴിച്ചു കൊടുക്കും. അപ്പൊ ഫസ്റ്റ് സ്റ്റേജിൽ നല്ലൊരു ഗ്രോത്ത് വരും. അത് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ ഫ്രീക്വൻസി മന്ത്ലി എന്നുള്ളത് 3 മാസത്തിൽ ഒരിക്കലോ ആക്കി നമുക്ക് പിന്നെ മുന്നോട്ട് നീക്കാം. കുഴപ്പമൊന്നുമില്ല കേട്ടോ. താങ്ക് യു സാറേ. നമുക്ക് ഇന്നത്തെ സൂം മീറ്റിംഗ് മാഷാ അല്ലാഹ് വെറൈറ്റി ആയിരുന്നു, വളരെ ഉപകാരപ്രദമായി. താങ്ക് യു മാം. ഒരാളും കൂടി, അബ്ദുറഹ്മാൻ സാർ. അൺമ്യൂട്ട് ചെയ്തോളൂ സാർ. അബ്ദുറഹ്മാൻ സാർ. ഹലോ, നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ കോഴിക്കോട് തൊട്ടിൽപ്പാലത്താണ്. പറയാം സാർ. സാർ, നമ്മൾ ഈ ഗ്രോ ബാഗ് കൃഷികളാണ് കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യെസ്, കറക്റ്റ്. ഈ ഗ്രോ ബാഗ് കൃഷി നമ്മൾ ചെറിയ കവറായിരിക്കും സാർ. അതില് പച്ചക്കറി ഫ്രൂട്ട് തൈകളൊക്കെ നട്ട് അതൊന്ന് ഗ്രോത്ത് ആകാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് സാർ? ഇപ്പൊ നമ്മൾ ചെയ്ത ആ സെയിം ടെക്നോളജി, ആദ്യം സോയിൽ ഉപയോഗിക്കാം. 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ 1 ലിറ്റർ വെള്ളം എടുക്കാം. നമ്മൾ അതിനകത്ത് 2 ml സോയിൽ മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നല്ല വന്നതിന് ശേഷം നമ്മൾ അതിനകത്ത് സ്പ്രേ ചെയ്യാൻ പറ്റുന്നത് സ്പ്രേ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ചെറുതായിട്ട് ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതൊരു സയൻസും ഇതൊരു ലോജിക്കും കൂടാണ്. രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് ഇത് സക്സസ് ആകുന്നത്. അല്ലാതെ നമ്മൾ 100% ശാസ്ത്രം കൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കത്തില്ല. ശരിയല്ലേ? ലോജിക്കായിട്ട് ചെയ്ത് കൊടുക്കാൻ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് എങ്ങനെയാലും ചെടിയുടെ അടിയിൽ ചെന്ന് കഴിഞ്ഞാൽ അതിന് ഗ്രോത്ത് ഉണ്ടാവും. അത് നോക്കിയാൽ മതി, നമ്മൾ വേറെ ഒന്നുമില്ല. ഓക്കെ സാർ, ഇതിന്റെ ഒരു PDF അങ്ങനെ എന്തോ കിട്ടും? എന്റെ സ്വന്തം ഞാൻ വീഡിയോ ഇറക്കിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരു വലിയൊരു ക്ലാസ് എടുത്തിട്ടുണ്ട്, 51 മിനിറ്റ്. ഞാൻ ഇന്ന് ഗ്രൂപ്പിൽ ഇട്ടേക്കാം. പോരെ സാർ? വളരെ ഉപകാരമാണ്. ഇതുപോലത്തെ കാർഷിക മേഖലയായിട്ട് നമ്മൾ ഉള്ള കാലങ്ങൾ എന്തായാലും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ
നിർബന്ധമാണ്. ഈ നഴ്സറികളൊക്കെ അപ്രോച്ച് ചെയ്യാം, വീടുകളിൽ ഗാർഡൻ ഉണ്ടാക്കുന്നവരെ അപ്രോച്ച് ചെയ്യാം. അപ്പൊ അവരെയൊക്കെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇത് ഉപയോഗിക്കാം നല്ല രീതിയിൽ. മാത്രമല്ല എത്രയോ ആൾക്കാർ കാണാം. അത് തന്നെ, അതായത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ബോഗൻവില്ല, ഓർക്കിഡ്, ഇതിലൊക്കെ നമ്മൾ അല്പം ശ്രദ്ധിക്കണം. ബോഗൻവില്ലയില് നമ്മൾ പ്ലാന്റിന്റെ ഉപയോഗം കുറയ്ക്കണം, കാരണം അവിടുത്തെ ഇല വന്നു കഴിഞ്ഞാൽ പൂ വരത്തില്ല. അപ്പൊ അതുപോലെ തന്നെ ഈ പൂവില കൊണ്ട് അടിക്കരുത്, കാരണം വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ പൂ പോകും. അതുകൊണ്ട് അതിപ്പം ചോട്ടിലാണ് ഉപയോഗിക്കേണ്ടത്. അതോടൊപ്പം ഓർക്കിഡ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ മുകളിൽ നാമ്പിനകത്തോടെ അകത്തോട്ട് വെള്ളം പോകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ബാക്കിയൊക്കെ നമുക്ക് വലിയ കുഴപ്പമില്ല നടക്കും കേട്ടോ. വളരെ സന്തോഷം. ജോജി സാറ് വളരെ ഹ്രസ്വമായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പല ടൈമിൽ ജോജി സാറിന്റെ പ്രോഗ്രാമുകൾ വെക്കാറുണ്ട്. ഞങ്ങൾ ഒരുപാട് ആളുകൾ അത് ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട്. എല്ലാവരും റിസൾട്ട് എടുത്തിരിക്കുന്നവരാണ്. ഇനിയും പല ദിവസങ്ങളിലും അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ നമുക്ക് വയ്ക്കാം. കാരണം നമ്മൾ വിഷരഹിതമായ ഒരു ലൈഫിലേക്ക് നമ്മുടെ ലൈഫിൽ എത്തിക്കാൻ വേണ്ടി, നമ്മുടെ സമൂഹത്തെ എത്തിക്കാൻ വേണ്ടി നമുക്ക് ഈ ബട്ടൺ തന്നിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അത്. ഇനിയും ബയോട്ടയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇനിയും മനുഷ്യരാശിക്ക് ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങളുമായി വരുമെന്നുള്ളതാണ്. എന്നിരുന്നാലും സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഇത്രയും നല്ല ക്ലാസ് എടുത്ത് തന്ന ജ്യോതി സാറിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി നമുക്ക് കൺക്ലൂഡിംഗ് സെക്ഷനാണ്. ഒരുപാട് പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഉയർന്നു വന്ന ഇന്നൊരു ലെജൻഡറി പേഴ്സണായിട്ട് കമ്പനിയുടെ മുൻനിരയിൽ നിന്നുകൊണ്ട് ഏത് ക്രൈസിസിലും എന്തിനേയും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കെൽപ്പുള്ള ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തെ ഞാൻ വളരെ ഹാർദവമായി ഈ സൂം പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം മനോജ് സാർ. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. ഞാൻ വീഡിയോ ഓൺ ചെയ്യുന്നില്ല. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുക. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ജ്യോതിഷ് സാറാണ് നമ്മുടെ പുതിയ സബ്ജക്റ്റ് ആയിട്ട് വന്നത്, അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ആയിട്ട്. അദ്ദേഹത്തെ കുറിച്ച് ആധികാരികമായിട്ട് പഠിച്ച ഒരു ലീഡറാണ്. പലപ്പോഴും നമ്മൾ സൂമിൽ ഒത്തിരി പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ബേസിക്കലി മലയാളി ആണെങ്കിലും പത്തനംതിട്ട ജില്ലക്കാരനാണ്. പക്ഷേ ഗുജറാത്ത് സെറ്റിൽഡ് ആണ്. കുറച്ച് നാളായിട്ട് ബയോട്ടോറിയം നെഞ്ചിലേറ്റി ആത്മാർത്ഥമായിട്ട് തൻ്റെ എല്ലാ മേഖലകളും ഉപേക്ഷിച്ചുകൊണ്ട് നേരത്തെ ജോലി ചെയ്തിരുന്ന അദ്ദേഹം ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് കൂടിയാണ്. അതെല്ലാം പരിപൂർണമായിട്ട് നിർത്തിക്കൊണ്ട് ബയോട്ടോറിയം ഏറ്റെടുത്തുകൊണ്ട് വളരെ സജീവമായിട്ട് കേരളത്തിലെ ആളുകൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെയാണ് നമ്മൾ പലരും കോൺടാക്ട് ചെയ്യാറുള്ളത്. ഓഫീസിൽ നേരിട്ട് വിളിക്കുകയും അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്ക് വിത്തിൻ സെക്കൻഡ്സ്, മിനിറ്റ്സിൽ തന്നെ പരിഹാരങ്ങൾ കണ്ടെത്തി തരുന്ന ഒരു ഗ്രേറ്റ് ലീഡറാണ് നമ്മുടെ ജ്യോതിഷ് സാർ. ലാംഗ്വേജിന്റെ പ്രോബ്ലം ഒന്നുമില്ല. അദ്ദേഹം താമസിക്കുന്നിടക്കുന്ന 3 മണിക്കൂർ യാത്ര ചെയ്താൽ നമ്മുടെ ഹെഡ് ഓഫീസിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. അവിടെ പലപ്പോഴും പോവുകയും MD-യുമായിട്ടും അതുപോലെ തന്നെ വ്യത്യസ്തമായ ഡിപ്പാർട്ട്മെന്റിലുള്ള സ്റ്റാഫുകളുമായിട്ടൊക്കെ നല്ല ബന്ധം പുലർത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് കേരളത്തിലുണ്ട്. ഇന്നലെ അദ്ദേഹം കോഴിക്കോട് പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പ്രത്യേകിച്ച് എല്ലാത്തിലും സംസാരിക്കും. പക്ഷേ അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ഒരു സ്പെഷ്യലിസ്റ്റ് ആണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു നല്ലൊരു കർഷകന്റെ മനസ്സ് അത് പഠിക്കാനും മനസ്സിലാക്കാനും നമ്മളിലേക്ക് സിമ്പിളായിട്ട് എത്തിച്ചു തരാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങുകൾ സൂമിലല്ലാതെ നേരിട്ടുള്ള ഫിസിക്കൽ ട്രെയിനിങ്ങുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാ ജില്ലകളിലും ഫിസിക്കൽ ട്രെയിനിങ് ഉണ്ടാവും. സൂമിലൂടെ ആകുമ്പോൾ നമുക്ക് പരിമിതികളുണ്ട്. അതുകൊണ്ട് എല്ലാ ജില്ലകളിലും പ്രൊഡക്റ്റ് ട്രെയിനിങ്ങുകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ജ്യോതിഷ് സാർ ഉണ്ടാകുന്നത് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പ് നൽകുകയാണ്. എന്തായാലും ബയോട്ടോറിയം എന്ന് പറഞ്ഞാൽ വേറെ ലെവലിലുള്ള ഒരു കമ്പനിയാണ്, എല്ലാവർക്കും അറിയാം അല്ലെ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം നിലനിർത്തണമെങ്കിൽ വളരെ അത്യാവശ്യമായ ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ നമ്മൾ കൊടുത്തപ്പോൾ നമ്മൾ അകത്തേക്ക് കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ മുഴുവൻ വിഷവും മായവും കലർന്നതായി മാറുമ്പോൾ നമ്മുടെ യുവതലമുറ മഹാരോഗികളായിട്ട് മാറും, ഉറപ്പാണ്. എന്ത് മാഗ്നറ്റിക് പ്രൊഡക്ട്സ് ഉപയോഗിച്ചിട്ടും കാര്യമില്ല. അകത്തേക്ക് കഴിക്കുന്ന ഭക്ഷണം മുഴുവൻ വിഷം ചേർന്നതാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതം ഉണ്ടാവും, ഉറപ്പല്ലേ. അതുകൊണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്തണമെങ്കിൽ ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങളോടൊപ്പം തന്നെ അവൻ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും മായം ചേർക്കാത്തതായിരിക്കണം, വിഷം കലരാത്തതായിരിക്കണം എന്നുള്ള നമ്മുടെ കമ്പനിയുടെ CMD ഡോക്ടർ സാഗർ ജോഷി സാറിന്റെ വിഷനാണ് ഇതുപോലുള്ള ഒരു പ്രൊഡക്റ്റിനെ നമ്മുടെ കമ്പനിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം. ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ നിങ്ങൾ എത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അതിനേക്കാൾ പ്രാധാന്യം
ഏതിന് കൊടുക്കണം? നമ്മുടെ ഈ അഗ്രികൾച്ചർ പ്രൊഡക്ഷന് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ മനസ്സിലായി. വളരെ സിമ്പിൾ ആണ്. ഇത് ആദ്യം കേൾക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആണ്. എന്നാൽ മൊത്തം നോക്കിയാൽ സിമ്പിളാ. ഒന്നുമില്ല, ഒരു 4 പ്രൊഡക്റ്റ് ഉണ്ട്. അത് 1 ലിറ്റർ വെള്ളത്തിൽ, മനസ്സിലായില്ലേ, 1 ml. 5 ലിറ്റർ വെള്ളമാണെങ്കിൽ 5 ml, 10 ലിറ്റർ വെള്ളമാണ് 10 ml. നിങ്ങൾക്ക് എത്ര ചെടിക്ക് ഉപയോഗം അത്ര 1 ലിറ്റർ വെള്ളത്തിൽ 1 ml ഒഴിക്കണം, അത്രേ ഉള്ളൂ. മനസ്സിലായ? എന്നിട്ട് എന്ത് ചെയ്യാ, അത് വേനൽക്കാലത്താണെങ്കിൽ നനച്ചു കൊടുക്കണം ചെടിക്ക് ചുറ്റും. ഇപ്പൊ മഴക്കാലത്തായാണ് കുഴപ്പമില്ല, നനഞ്ഞു കിടക്കുന്നിടത്തേക്ക് എന്ത് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത്രേ സംഭവം ഉള്ളൂ. വേറെ ഒന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ കീടങ്ങൾ പോകുന്നതിന് കീടങ്ങൾ ഉണ്ടാവും അല്ലെ? നമുക്കറിയാം, വാവിന്റെ കറുത്ത വാവും വെളുത്ത വാവിന്റെയും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പിലാണ് ചെടികൾക്ക് കീടങ്ങൾ വരിക, പുഴുക്കളൊക്കെ വരിക. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കറുത്ത വാവിനും വെളുത്ത വാവിനും കുറച്ച് ദിവസം മുമ്പേ എന്ത് ചെയ്യുക, അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് കുറച്ച് മതി. അത് 1 ലിറ്ററിനാണെങ്കിൽ 0.5 മതി, 1/2 ml മതി. ഇത്രേ ഉള്ളൂ സംഭവം കേട്ടോ. ആരും ഇത് കേട്ടിട്ട് വേദാറാവേണ്ടി ഇത് എങ്ങനെ ഉപയോഗിക്കുക, ഇത് എങ്ങനെയൊക്കെ ചെയ്യേണ്ട കുറെ സാധനങ്ങൾ ജ്യോതിഷ് സാറ് പറയുന്നത്, മറ്റത് സോയിൽ ഗീല് കേട്ടാ. ഇത്രയും സംഭവം ഉള്ളൂ. വളരെ സിമ്പിളാണത് കേട്ടാ. ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടി ചില ചെടികൾക്ക്. അതെന്ത് ചെയ്യുക, അതിന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നമുക്ക് എന്തായാലും ഫിസിക്കൽ മീറ്റിംഗ് വെക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എല്ലാ വീടുകളിലും ഇത് ആവശ്യമാണ്. ടെറസിൽ താമസിക്കുന്ന ആളുകൾക്കും, അതായത് നമ്മുടെ എറണാകുളത്ത് ഫ്ലാറ്റ് താമസിക്കുന്ന ആളുകളും ആരോ ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടു. ഞങ്ങൾ മറ്റേ എന്താ പറയാ, ബാഗ് അല്ലെ, ഗ്രോ ബാഗിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെ ചെടി. അത് നോക്കുമ്പോൾ നമ്മളും ഒന്ന് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. ഡെയിലി ഇങ്ങനെ പിന്നെ 8 ഇലകളാവും ഇല്ലേ, പിന്നെ പൂക്കും കായ്ക്കും, നല്ല വെണ്ടയൊക്കെ ഉണ്ടാവുക. അപ്പൊ ഈ ഗ്രോ ബാഗിലൂടെ നമ്മളും ഗ്രോ ചെയ്യുന്ന, അതിനകത്ത് പോലും നമുക്കിത് ഒഴിച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ. ഇത് കെമിക്കലല്ല, ഉണങ്ങൂല കേട്ടാ. ഇത് ജൈവമാണ്, അതുകൊണ്ട് ഉണങ്ങിപ്പോകൊന്നുമില്ല. ഇത് ഇച്ചിരി കൂടിപ്പോയി എന്ന് വെച്ചാൽ ഉണങ്ങുമൊന്നുമില്ല. വളരെ കുറച്ച് ഉപയോഗിക്കാണ്. അടിപൊളി റിസൾട്ടാണ്. ഞാനിത് വാങ്ങി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഞാനെല്ലാം ഉപയോഗിക്കുന്നുണ്ട്, കമ്പനിയുടെ എല്ലാ പ്രൊഡക്റ്റും ഉപയോഗിക്കുന്നത്. ഞാൻ എന്റെ തെങ്ങിനൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇപ്പൊ നല്ല തേങ്ങ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ആകെ 2 തെങ്ങേ ഉള്ളൂ. 2 തെങ്ങിലും കൂടി എനിക്ക് ഇപ്പൊ വീട്ടിലേക്ക് ആവശ്യമുള്ള തേങ്ങ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു തെങ്ങ് ഇച്ചിരി മോശമായിരുന്നു, അപ്പൊ അതിനകത്ത് നല്ല കായകൾ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതിനൊക്കെ 2 മാവുണ്ട്, മാവിനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 പ്ലാവ് വെച്ചിട്ടുണ്ട്. ഒരു പ്ലാവിന് ചക്ക ഉണ്ടായിട്ടുണ്ട് ഇപ്രാവശ്യം. മനസ്സിലായോ? ചക്ക പിടിച്ച് ചെറിയ പ്ലാവ്, നമ്മുടെ വിയറ്റ്നാം പ്ലാവ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളാണ്. ആകെ 7 സെന്റ് സ്ഥലമേ ഉള്ളൂ കേട്ടാ. വിയറ്റ്നാം ഏർലി എന്താണ് പറയാ. അപ്പൊ അതിനൊക്കെ ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ വാങ്ങി ഉപയോഗിച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത്. എല്ലാവർക്കും ഇത് വാങ്ങാൻ ഉപയോഗിക്കാൻ, ഇത് റെക്കമെൻഡ് ചെയ്യാം. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളെ ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങളെ പോലെ തന്നെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന, നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർഗമാണ്. അതാണ് നമ്മൾ ജെയ്മോൻ ജോസഫ് സാറൊക്കെ ഇത് കത്തിച്ച് പിടിച്ചിരിക്കുകയാണല്ലോ. 30 ഏക്കർ തോട്ടത്തിലേക്ക് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാല് ഇനി അത് 300, 3000, 3 ലക്ഷം, 30 ലക്ഷം തോട്ടത്തിലേക്ക് പോകാൻ അധികം താമസമൊന്നും വേണ്ട. ഇതിന് പ്രത്യേകത ഇത് ഉപയോഗിച്ച് തീരുന്നുള്ളതാണ്. നമ്മൾ മാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ ഒരാൾ വാങ്ങിച്ചാൽ 25 വർഷം പിന്നെ വേറെ വാങ്ങണ്ടല്ലോ. പക്ഷെ ഇത് നല്ലൊരു കർഷകന് കിട്ടിക്കഴിഞ്ഞാല് ഈ പ്രൊഡക്റ്റ് അവർ തീർന്നില്ലേ ഉപയോഗിച്ച് കഴിയുമ്പോൾ വീണ്ടും വീണ്ടും വാങ്ങിച്ചുകൊണ്ടിരിക്കും. അപ്പൊ വേണ്ട, അപ്പൊ ഷായി റസാക്ക് ഇത് കൊണ്ടു കൊടുത്തു, അപ്പൊ സാറിന് വിളിക്കും, എന്നെ തീർന്നു സാറെ അടുത്ത് കൊണ്ടുവരാൻ പറയും. അപ്പൊ ഇങ്ങനെ എപ്പോഴും കച്ചവടം നടന്നുകൊണ്ടേയിരിക്കുന്നുള്ളതാണ്. ഒരു 10ഓ 25ഓ കർഷകരെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാല് അവരിലൂടെ ഇത് പോകും. നമ്മുടെ ശ്രീകുമാർ സാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ശ്രീകുമാർ സാർ കൊട്ടാരക്കരയിലെ ഒരു ചീര കൃഷിക്കാരന് കൊടുത്ത കഥ ഇല്ലേ. ചീര കൃഷി ചെയ്യുന്ന ആളാണ് അദ്ദേഹം. ഇത് ഉപയോഗിച്ചിട്ട് 10-30,000 രൂപയുടെ ചീര വിൽപ്പിക്കുന്ന ആ കർഷകന് ഏകദേശം 1 ലക്ഷം രൂപയുടെ ചീര വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. ഗ്രോത്ത് കൂടുതലാണ്, സൈസ് കൂടും. അല്ല ജ്യോതിഷ് സാർ ഇവിടെ പറഞ്ഞു കാണും അല്ലെ. തക്കാളിയൊക്കെ നല്ല ടേസ്റ്റാണ്, നല്ല കളറാണ് അല്ലെ. ചുവന്ന് തുടിച്ച തക്കാളിയൊക്കെ കാണാറില്ലേ നമ്മള്. വലിപ്പം കൂടും. കർഷകനെ സംബന്ധിച്ചിടത്തോളം വെയിറ്റ് കൂടുതലുണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല മനോഹരമായിരിക്കും ഫ്രൂട്ട്സ് ഒക്കെ കാണുമ്പോൾ തന്നെ. അപ്പൊ ഓക്കെ, അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അടിപൊളി പ്രൊഡക്ട്സ് ആണ്. ഇതെല്ലാവരും പഠിക്കുക, പഠിപ്പിക്കുക. നല്ലൊരു വരുമാനം ഇതിനകത്ത് ഉണ്ടാക്കുന്നതോടൊപ്പം വരുമാനം മാത്രമല്ല, ഇവിടെ നമ്മുടെ തലമുറ കഴിക്കുന്ന ഭക്ഷണം അതാണ് വിഷമാണിന്ന്. അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വലിയൊരു പോരാട്ടം നമുക്ക് ഈ സിസ്റ്റത്തിലൂടെ നടത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതുപോലുള്ള വെറൈറ്റി പ്രൊഡക്റ്റുകളാണ് നമ്മൾ ബയോട്ടോറിയം കൊണ്ടുവരുന്നത്. 100% റിസൾട്ട് ആണെന്നുള്ളതാണ്. അടുത്ത പ്രൊഡക്റ്റ് ഇന്നലെ നമ്മൾ MD ആയിട്ടുള്ളൊരു സൂം ഉണ്ടായിരുന്നു. MD ഇന്നലെയും പറഞ്ഞു അതിനെക്കുറിച്ച്. നമ്മുടെ പെട്രോളിന്റെ മൈലേജ് കൂട്ടുന്ന പ്രൊഡക്റ്റ് അടുത്ത ദിവസം ലോഞ്ച് ചെയ്യാം. 50 കോടിയുടെ ഉൽപ്പന്നത്തിന് ഓർഡർ കൊടുത്തു കഴിഞ്ഞു. 50 കോടിയുടെ 50 CR ഉൽപ്പന്നത്തിന് ഓർഡർ കൊടുത്തു കഴിഞ്ഞു. 50 ലക്ഷം അല്ല, 50 കോടി. ഒരു ടോക്കൺ കൊടുത്തിരിക്കുക. മനസ്സിലായില്ലേ? ഇന്ത്യ ഞെട്ടാൻ വേണ്ടി പോകുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇന്ത്യ ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിരിക്കുന്ന പാറ്റന്റ് പ്രൊഡക്റ്റ്. ഓൺലി ബയോട്ടോറിയത്തിൽ കിട്ടില്ല. ഓൺലി ഈ ബയോട്ടോറിയം, വേറൊരു കമ്പനിയിലും കിട്ടാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തിന്റെ മൈലേജ് കൂടെ പൊല്യൂഷൻ ഉണ്ടാവില്ല. അതാണ്
വണ്ടി സ്റ്റാർട്ട് ആകുമ്പോൾ കരിമ്പുക ഇങ്ങനെ പോകുന്ന കാണില്ല, ചില ഓട്ടോറിക്ഷ ഒക്കെ പോകുമ്പോൾ കാണുന്നില്ലേ ഇല്ലേ? ഒരു പുക പോലും പുറത്തേക്ക് വരില്ല. പൊല്യൂഷൻ കൺട്രോൾ ആണത്. അംഗീകാരം ഗവൺമെന്റ് അംഗീകരിച്ച് ആ പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാ. മനസ്സിലായ? അത് ചെറിയ ബോട്ടിൽ കിട്ടും. 5000 രൂപക്ക് പോലും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കിട്ടും നമുക്കുള്ളത്. അത് 1 ലിറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ ഏകദേശം 23,000 റുപ്പീസ് നിങ്ങൾക്ക് പെട്രോളിൽ ലാഭിക്കാൻ പറ്റുന്നതാണ്. ആലോചിച്ച് നോക്കണം. 1 ലിറ്റർ ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ ഏകദേശം 23,000 രൂപ നിങ്ങളുടെ പെട്രോളിൽ ലാഭിക്കാൻ വേണ്ടി സാധിക്കും. മൈലേജ് കൂടും. 65% മൈലേജ് കൂടുന്നവരാണ്. 65% മൈലേജ് കൂടും. ഇത് നമുക്ക് വിത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും. കഥ പറയലല്ല കേട്ടോ ഇത്. ഇത് കഥ പറയലല്ല, കണ്ണുകൊണ്ട് കാണിച്ച് നമ്മുടെ ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങളുടെ ഡെമോ കാണിച്ചുകൊണ്ട് ആളുകളെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ബോധ്യപ്പെടുന്നത് പോലെ ഈ പെട്രോളിയം വാഹനങ്ങളുടെ മൈലേജ് കൂട്ടുന്നത് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. സ്റ്റാൻഡിൽ വണ്ടി നിർത്തിയിട്ട് അതിന് സ്റ്റാർട്ട് ചെയ്യാൻ പറയാം, ഇല്ല 2 വീലർ ആണെങ്കിൽ. അപ്പൊ അതിനൊരു സ്പീഡ് ഉണ്ടാവും അല്ലെ? ആ സ്പീഡ് അളക്കുക നിങ്ങൾ. ആ സ്പീഡ് അളന്നു നോക്കുക. അതിനുശേഷം ആ ടാങ്കിലേക്ക് 2 ഡ്രോപ്സ് നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ സ്പീഡിലുള്ള വ്യത്യാസം ഉണ്ടാവും ഇല്ലേ? അത് അളക്കാൻ പറ്റുന്ന ഉപകരണം ഉണ്ട് നമുക്ക് ഇല്ലേ? അത് വെച്ച് അളന്ന് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യത്തെ സ്പീഡ് എത്ര, ഇത് ഒഴിച്ചപ്പോഴുള്ള സ്പീഡ് എത്ര, ആദ്യം പോയപ്പോ പുക എത്ര, രണ്ടാമത്തെ പുക എത്ര. മനസ്സിലായ? വിത്ത് പ്രൂഫ് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന മിറാക്കിൾ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാണ്. ഒറ്റ ഈ 2-3 പ്രൊഡക്റ്റ് മതി എന്റെ പൊന്നു സുഹൃത്തുക്കൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായ? നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത് അത് മുഴുവൻ നേടിയെടുക്കാൻ പറ്റും. വലിയ സ്വപ്നങ്ങൾ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല നമ്മുടെ ബയോട്ടോറിയത്തിൽ. അതൊക്കെ റീപർച്ചേസിലും വരുന്നുണ്ട്, ഫസ്റ്റ് ആക്ടിവേഷനിലും വരുന്നുണ്ട്. ഇങ്ങനെയുള്ള വെറൈറ്റി പ്രൊഡക്ട്സിന്റെ ഒരു വലിയ ഒരു ലോഞ്ചിങ് നടക്കാൻ വേണ്ടി പോവാണ് വരും ദിവസങ്ങളിൽ. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്, ഒത്തിരി സമയം വൈകി. ഉണ്ടായാലും നല്ല രീതിയിൽ ഇന്ന് പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട് ജ്യോതിഷ് സാർ. അദ്ദേഹത്തിന്റെ ഫിസിക്കൽ ക്ലാസ്സുകൾ ഉണ്ടാവും, പുതിയ ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഉണ്ടാവും. വേറെ വൈബിലാണ് ഇനി ബയോട്ടോറിയം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട. നാളെ കൊട്ടാരക്കര BOP ആണ്, ചൊവ്വാഴ്ച പാലക്കാട് BOP ആണ്. ഇങ്ങനെ പ്രോഗ്രാംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എല്ലാ പ്രോഗ്രാം സെന്ററിലും അടുത്ത പ്രദേശത്തുള്ള എല്ലാ ലീഡേഴ്സും പരമാവധി പുതിയ ഗസ്റ്റുകളുമായിട്ട് എത്തുക, പ്രോഗ്രാമിൽ പങ്കെടുക്കുക. സൂമിലാണെങ്കിൽ സൂമിൽ എല്ലാ പ്രോഗ്രാമിലും പങ്കെടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് മനസ്സിലായി മുന്നോട്ട് പോകുമുണ്ടാകുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും പുതിയ ആവേശമായിട്ട് അതിനൊരു ഊർജ്ജമായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കണം. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും, അതിനൊരു ഊർജ്ജമായി കണ്ടുകൊണ്ട്. അപ്പൊ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇപ്പൊ പിന്നോട്ട് തിരിഞ്ഞോടരുത്. ചില ആളുകൾ പിന്നോട്ട് തിരിഞ്ഞു കൂടും. അയ്യോ ഇനി ഇത് നടക്കില്ല, അത് പോയി ഇത് പോയി മറ്റത് പോയി ഇതുകൊണ്ട് പിന്നോട്ട് തിരിഞ്ഞു നോക്കരുത്. മുന്നോട്ട് നിങ്ങൾ മനസ്സിൽ കണ്ട ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുക. വിജയം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതാണ് പ്രകൃതി നിയമം എന്ന് പറയുന്നത്. തോറ്റോടിയവൻ ഒരിക്കലും വിജയിച്ച ചരിത്രമില്ല. പോരാടുന്നവർക്ക് മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, പോരാട്ടമാണ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പോരാടാനുള്ള ഊർജ്ജവും ശക്തിയും മനസ്സും ആവേശവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് ഈ ബയോട്ടോറിയം.